സോ ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് എന്താണ് ടാക്സ് പ്ലാനിങ്ങിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഒന്ന് നമ്മുടെ പ്രീ ജൂൺ മോക്കിലെ ക്വസ്റ്റ്യൻസ്, ഒന്ന് നമ്മൾ സ്പെസിമൻ എക്സാമിലെ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവാം, ലൈക് ചെറിയൊരു ഡിഫിക്കൽട്ടിയോ ചെറിയൊരു ടഫ്നെസ് ഒക്കെ ഫേസ് ചെയ്യാം. ആൻഡ് ടാക്സ് പ്ലാനിങ്ങിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. ഓക്കെ, ടാക്സ് പ്ലാനിങ് അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ചെയ്യുന്ന സമയത്ത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് നമുക്ക് ഈസി ആവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡൗട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ചോദിക്കാം. സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് എന്നാല്? സോ നിങ്ങൾക്ക് ഈ മോക്ക് എക്സാം എങ്ങനെയാ ആക്സസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്നതല്ലേടാ? CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, മോക്ക് എക്സാംസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ എങ്ങനെയാണ് മോക്ക് എക്സാംസ് നമ്മുടെ CB പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടത് എന്നുള്ളത്? ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ത്രൂ തരാം. ഇനി എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അതിൽ ടൈം വേസ്റ്റ് ചെയ്യണം. ഓക്കെ, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം, ഓറൽസ് ഞാൻ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. സോ ബേസിക്കലി ആർക്കും അത് അറിയാത്ത പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ മോക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സെക്ഷൻ എയിൽ 15 മാർക്ക് ലൈക്ക് MCQs ആണ് ഉണ്ടാവുക. 15 MCQs ആണ് ഉണ്ടാവുക. ഓരോ MCQനും 2 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. സോ ടോട്ടൽ 30 മാർക്സ് ആയിരിക്കും. സെക്ഷൻ ബിയിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, ലൈക്ക് 3 സിനാരിയോസ് ആണ് ഉണ്ടാവുക. ഓരോ സിനാരിയോയ്ക്കും 10 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. ആൻഡ് ഈ 10 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് CGT, ഒന്ന് IHT, ഒന്ന് വാറ്റ് എന്നായിരിക്കും. ആൻഡ് സെക്ഷൻ സിയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ 2 15 മാർക്ക് ക്വസ്റ്റ്യനും ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനും ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ബേസിക്കലി ആ 10 മാർക്കിന്റെ ടാക്സ് പ്ലാനിങ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ യെസ്, നമുക്ക് നോക്കാം. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നാവിഗേഷൻ ഓപ്ഷൻ ഒക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അല്ല സ്കിൽ എഴുതുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാതിരിക്കാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് സെക്ഷൻ സിയിലെ വലിയ ക്വസ്റ്റ്യൻസ് പോലെയൊന്നുമല്ല, ലൈക്ക് സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് ട്രിക്കിയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും സിനാരിയോ ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യനെ നിങ്ങൾ അപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ഫൈൻ. സോ യെസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിക്വയർമെന്റ്സ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം സിനാരിയോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് വായിക്കാം, എന്നിട്ട് റിക്വയർമെന്റ്സിലേക്ക് പോവാം. സോ ബേസിക്കലി അവർ പറയുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് എന്താണ്, 1 March 2025 ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക, 1 March 2025 ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലൂക്കാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഇവര് പറയുന്നുണ്ട് ലൂക്കാസ് ഇസ് എംപ്ലോയിഡ് ബൈ മാട്രിക്സ് ലിമിറ്റഡ് ആസ് എ സീനിയർ ഡെവലപ്പർ. മാട്രിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആര് എംപ്ലോയിഡ് ആണ്? ലൂക്കാസ് എന്ന് പറയുന്ന ആൾ എംപ്ലോയിഡ് ആണ്. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ അവിടെ വന്നു, ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ആരെയും കിട്ടി, ഒരു കമ്പനീനെയും കിട്ടി. അപ്പൊ ഏകദേശം നമുക്ക് സിനാരിയോ മനസ്സിലാവും ഇതൊരു ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്പനി എന്നുള്ള എന്തോ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. ബിക്കോസ് ഇവിടെ ഒരു എംപ്ലോയിയും ഉണ്ട്, ഇവിടെ എന്താണ് ഒരു കമ്പനീനെയും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിനാരിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലൂക്കാസ് കറന്റ്ലി ഏൺസ് എ ഗ്രോസ് ആനുവൽ സാലറി ഓഫ് 155,000. ലൂക്കാസിന്റെ ഗ്രോസ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 155,000 ആണ്.
ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു കാര്യം നിർബന്ധമായിട്ടും വരണം. ലൂക്കയുടെ ആനുവൽ സാലറി 155,000 ആണ് എന്ന് പറയുമ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കിട്ടുന്നുണ്ടോ? ലൂക്കയുടെ സാലറി 155,000. യെസ്, പറഞ്ഞു. പേഴ്സണൽ ലോൺസ് ഇല്ല, പി എ ഇല്ല. ഓക്കെ, 1 പോയിന്റ്. ഇനി വേറെ എന്തെങ്കിലും പോയിന്റ്? അഡീഷണൽ ടാക്സ് റേറ്റ് ആണ്. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. അതായത് ഇയാൾ എന്താണ്, അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ് എന്നുള്ള സാധനം നിങ്ങളുടെ തലയിൽ ഓടണം. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്താവണം, മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി. ആൾ എന്താണ്, ഒരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. ഓക്കെ, അപ്പം എത്രയുടെ മുകളിൽ പോയാലാണ് നമ്മൾ ഒരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആവുക? പറഞ്ഞേ. 125, 125, 140. സോറി, അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് എത്ര എമൗണ്ടിന്റെ മുകളിൽ നമ്മുടെ ടാക്സബിൾ ഇൻകം പോയാലാണ് നമ്മൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആവുകയാണ്. സോ ബേസിക്കലി നമുക്കറിയാം 140യുടെ മുകളിൽ പോയാൽ നമ്മൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. സോ ഇവിടെ ആളുടെ ഗ്രോസ് ആനുവൽ സാലറി 155 ആയതുകൊണ്ട് തന്നെ ആൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. നിങ്ങൾ ടാക്സ് പ്ലാനിങ് വായിക്കുന്ന സമയത്ത് വെറുതെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു പോകരുത്. ഓരോ സെന്റൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു സെന്റൻസ് വായിച്ചിട്ട് എന്തെങ്കിലും പോയിന്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ നോട്ട് പാഡിലോ സ്ക്രിബിൾ പേപ്പറിലോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഹൈലൈറ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. Matrix Limited is negotiating a new remuneration package for Lucas for the tax year 25-26 and has offered Lucas a choice between two alternative packages regarding his living arrangements. അതായത് ലൂക്കാസ് ഒരു സീനിയർ ഡെവലപ്പർ ആണ്. അപ്പൊ ഇയാളുടെ എന്താണ് കോമ്പൻസേഷൻ പാക്കേജ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ അവരൊന്ന് അപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻക്രീസ് ചെയ്യണോ, എത്ര ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇയാളുടെ റെമ്യൂണറേഷൻ പാക്കേജിൽ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതൊക്കെ കമ്പനി ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇവര് 2 ഓപ്ഷൻസ് ആണ് ലൂക്കാസിന് കൊടുക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. ഇതുവരെയുള്ള സിനാരിയോ ഓക്കെ അല്ലേ? ലൂക്കാസ് ഒരു കമ്പനിയിലെ സീനിയർ ഡെവലപ്പർ ആണ്. ആളുടെ സാലറി 155,000. യെസ്, ഓക്കെ. ഇനി നമുക്ക് 2 ഓപ്ഷൻസിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ റിക്വയർമെന്റ്സിന് റെലവൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ഞാൻ വായിക്കാം, ഓപ്ഷൻ 2 വായിക്കാം. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കമ്പനി പ്രൊവൈഡഡ് അക്കോമഡേഷൻ. ഇത് ഏത് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും? കമ്പനി പ്രൊവൈഡഡ് അക്കോമഡേഷൻ, അക്കോമഡേഷൻ ബെനിഫിറ്റ്. യെസ്, നമ്മുടെ ലിവിംഗ് അക്കോമഡേഷൻ ബെനിഫിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് കമ്പനി ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇപ്പൊ മാട്രിക്സ് ലിമിറ്റഡ് ലൂക്കാസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് താമസിക്കാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ത്രൂ ഔട്ട് 25-26, അതായത് ഫുൾ ഇയറിലേക്ക് ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഫ്ലാറ്റ് ലൂക്കാസിന് 6th April 2025 മുതൽ അവൈലബിൾ ആണ്. അതായത് ടാക്സ് ഇയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ലൂക്കാസിന് ഇത് അവൈലബിൾ ആണ്. അറ്റ് വിച്ച് ടൈം ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ വിൽ ബി 420,000. അന്ന് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 420,000 ആണ്. ഓക്കെ, ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. മാർക്കറ്റ് വാല്യൂ എന്താണ്? 420,000 ആണ്. ആൻഡ് ഇത് 6th April 2025 തന്നെ കൊടുക്കുന്നതുകൊണ്ട് അപ്പോർഷൻ ഒന്നും ചെയ്യണ്ട എന്നുള്ള കാര്യവും നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, ഇനി ദ കമ്പനി ഒറിജിനലി പർച്ചേസ് ദ ഫ്ലാറ്റ് ഓൺ 1st June 2015 ഫോർ 180,000. ഓക്കെ, കമ്പനി ഈ ഫ്ലാറ്റ് ശരിക്കും പർച്ചേസ് ചെയ്തത് 2015 അന്ന് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ അന്നത് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 180,000 ആണ്. ഇന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ 420,000 ആയിട്ടുണ്ട്. ആൻഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 90,000 ഉള്ള ഇംപ്രൂവ്മെന്റ്സ് ആ ഒരു ഫ്ലാറ്റിൽ ചെയ്തിട്ടുണ്ട് 2021. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 9,500 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ വലിയ ടഫ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നോർമൽ ലിവിംഗ് അക്കോമഡേഷന്റെ ക്വസ്റ്റ്യൻ അല്ലേടാ, അല്ലെങ്കിൽ നോർമൽ ലിവിംഗ് അക്കോമഡേഷന്റെ സിനാരിയോ അല്ലേ ഇത്? ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആനുവൽ വാല്യൂ തന്നിട്ടുണ്ട്, ഈ സാധനത്തിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഈ സാധനത്തിന്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ്സിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ റിമൈനിങ് പോർഷൻസ് പറഞ്ഞിട്ട് ഫസ്റ്റ് റിക്വയർമെന്റിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഈ സിനാരിയോ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി ഇതിന് പുറമെ മാട്രിക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാട്രിക്സ് ലിമിറ്റഡ് ലൂക്കാസിന് ഒരു ഫേർണിച്ചറും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഫേർണിച്ചർ കൊടുക്കുന്നുണ്ട്. ഫേർണിച്ചർ കൊടുക്കുന്നത് 6th April 2025 തന്നെയാണ്. ആൻഡ് ഈ ഫേർണിച്ചറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. ഓക്കെ അപ്പം നമ്മുടെ ലൂക്കാസിന് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് കൊടുത്തു. ഫ്ലാറ്റിന് പുറമെ ലൂക്കാസിന് എന്തും കൂടെ കൊടുക്കുന്നുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷൻ അല്ല, ഫേർണിച്ചർ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫേർണിച്ചർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ നമ്മുടെ ഫ്ലാറ്റിൽ കുറെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വാട്ടർ ബില്ലും ലൈറ്റിംഗ് ബില്ലും ഒക്കെ പേ ചെയ്യുന്നതും ആര് തന്നെയാണ്? കമ്പനി തന്നെയാണ്. ഓക്കെ ഒരു വർഷത്തേക്ക് 2,200 എന്തെന്ന് പറയുന്നത് അവരുടെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പം ഇതും ഇയാൾക്ക് എന്താണ് ആക്ച്വലി ഒരു ബെനിഫിറ്റ് ആണ്. ഫർണിച്ചർ കിട്ടി, ഫ്ലാറ്റ് കിട്ടി, ഫ്ലാറ്റത്തെ മൊത്തം എക്സ്പെൻസും പേ ചെയ്യുന്നത് കമ്പനിയാണ്. മൊത്തം ഇയാൾക്ക് എന്താണ് ബെനിഫിറ്റ് ആണ്. ഓക്കെ ആൻഡ് ലാസ്റ്റ് വൺ, ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ലൂക്കാസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഓരോ മാസവും 100 pounds വെച്ചിട്ട് കമ്പനിക്ക് തരാം. ഓക്കെ ഫ്ലാറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടും ഫ്ലാറ്റിൽ ഫേർണിച്ചർ തന്നതുകൊണ്ടും ഫ്ലാറ്റിലെ ബില്ലുകളൊക്കെ പേ ചെയ്യുന്നത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യാം, ഒരു മാസം 100 pound വെച്ചിട്ട് കമ്പനിക്ക് തരാം എന്ന് പറഞ്ഞു. ഓക്കെ ആൻഡ് ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട് അക്കോമഡേഷൻ ജോബ് റിലേറ്റഡ് അല്ല. ഓക്കെ നോൺ ജോബ് റിലേറ്റഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് പുറമെ ഫേർണിച്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസ് കമ്പനി പേ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കമ്പനി ലൂക്കാസിന് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ലൂക്കാസ് തിരിച്ചങ്ങോട്ട് ചെറിയൊരു കോൺട്രിബ്യൂഷൻ പേ ചെയ്യുന്നുണ്ട്. സിനാരിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എനി ഡൗട്ട്സ്? പറഞ്ഞ മക്കളെ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. സിനാരിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളത് അൺമ്യൂട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞു. ഓക്കെ നോ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത സിനാരിയോ ഓപ്ഷൻ 2 കൂടെ വായിച്ചിട്ട് റിക്വയർമെന്റ്സിലേക്ക് പോവാം. ഓക്കെ യാ ഇത്രയും വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇതിൽ ഇതിന് മാത്രം പ്രശ്നം എന്നുള്ളത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഓക്കെ കമ്പനി 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സാലറി ആണ്. അതായത് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നതിന് പകരം ഇയാളുടെ സാലറി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ സോ മാട്രിക്സ് ലിമിറ്റഡ് വിൽ നോട്ട് ബി പ്രൊവൈഡഡ് വിത്ത് ദ അക്കോമഡേഷൻ. ഇൻസ്റ്റെഡ്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ അയാൾക്ക് കൊടുക്കില്ല, പകരം they will increase Lucas gross annual salary by 20,000. ഓക്കെ 155,000 ഉള്ളടുത്ത് നമ്മുടെ ഇയാളുടെ സാലറി ഒരു 20,000 കൂടി കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. മീനിങ് ദാറ്റ് അയാളുടെ ഇനി മുതലുള്ള സാലറി 175,000 ആയിരിക്കും. ഓക്കെ അപ്പം 20,000 കൂടെ കൂട്ടി കൊടുക്കുന്നു, ഇയാളുടെ സാലറി 175,000 ആവുന്നു. അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. ഓക്കെ ഇനി ഇയാൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. കമ്പനി തൊട്ട് എന്ത് കൊടുക്കുന്നില്ല, അക്കോമഡേഷൻ കൊടുക്കുന്നുമില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ സാലറി കൂട്ടി കൊടുക്കാം, പക്ഷെ അക്കോമഡേഷൻ കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ലൂക്കാസ് എന്ത് ചെയ്തു, ലൂക്കാസ് ഇതേപോലെ ഒരു ഫേർണിഷ്ഡ് പ്രോപ്പർട്ടി, ഓക്കെ ഒരു ഫ്ലാറ്റ് ലൂക്കാസ് റെന്റിനെടുത്തു ഒറ്റയ്ക്ക്. ഓക്കെ ലൂക്കാസ് ഒറ്റയ്ക്ക് റെന്റിനെടുത്തു ആൻഡ് ഇതിന്റെ റെന്റ് എന്ന് പറയുന്നത് 1,800 പെർ മന്ത് ആണ്. ഓക്കെ ലൂക്കാസ് റെന്റിനെടുക്കുന്നു, റെന്റ് 1,800 പെർ മന്ത് ആൻഡ് വുഡ് ഹാവ് ടു പേ his own heating and lighting bills of 2,200. ഓപ്ഷൻ 1 കമ്പനിയാണ് ഈ ബില്ലൊക്കെ പേ ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇയാൾ തന്നെ റെന്റും കൊടുക്കണം, എന്തും അടയ്ക്കണം, ബില്ലും അടയ്ക്കണം. ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആണോ? സെക്കൻഡ് ഓപ്ഷൻ ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ക്ലിയർ അല്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂടാ, എന്തായിരിക്കും റിക്വയർമെന്റ് എന്നുള്ളത് ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിൽ ഏത് ഓപ്ഷനാണ് ബെറ്റർ, ഏത് ഓപ്ഷനാണ് കമ്പനിക്കും ലൂക്കാസിനും ബെനിഫിഷ്യൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ അതായത് ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ലൂക്കാസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ്. നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്യുക? ഓപ്ഷൻ 1 ആണോ സെലക്ട് ചെയ്യുക?
ഓപ്ഷൻ 2 ആയിരിക്കും സെലക്ട് ചെയ്യുക? ഓപ്ഷൻ 1. ഓപ്ഷൻ 1. ഓക്കെ. ആരെങ്കിലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? മുഴുവൻ ആർക്കും കാൽക്കുലേഷൻ നടത്താതെ പറയാൻ പറ്റുമോ? കാൽക്കുലേഷൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം, ഇതിൽ ഏത് ഓപ്ഷനാണ് നല്ലത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സിനാരിയോ പ്രോപ്പർ ആയിട്ട് മനസ്സിലായേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ചോദിക്കണേ, സിനാരിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോവാം. സിനാരിയോയിൽ ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിക്വയർമെന്റ്സ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി സിനാരിയോയിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ. ആരും ഡൗട്ട്സ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സിനാരിയോയിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് റിക്വയർമെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. ഫസ്റ്റ് റിക്വയർമെന്റ് ഇതാണ്, കാൽക്കുലേറ്റ് ദി അഡീഷണൽ ഇൻകം ടാക്സ്. ശ്രദ്ധിക്കാം, ഇൻകം ടാക്സ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറയുന്നത്, അഡീഷണൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇൻകം ടാക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തോ പോരാ, NIC കോൺട്രിബ്യൂഷൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതും നോർമൽ NIC അല്ല, ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത് കൊണ്ട് അഡീഷണലി വരുന്ന NIC ആണ് പറയുന്നത്. ഓക്കെ. പേബിൾ ബൈ ലൂക്കാസ് ഇഫ് ഹി ആക്സെപ്റ്റ്സ് ഓപ്ഷൻ 1. ലൂക്ക ഓപ്ഷൻ 1 ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് വരുന്ന അഡീഷണൽ NICയും അഡീഷണൽ ഇൻകം ടാക്സും എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ ആയിട്ട് ഇൻകം ടാക്സിന്റെ കാൽക്കുലേഷനും ഫുൾ ആയിട്ട് NICയുടെ കാൽക്കുലേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. അഡീഷണലി വരുന്ന ഈ ഒരു ഓപ്ഷൻ കാരണം അഡീഷണലി വരുന്ന ഇൻകം ടാക്സും NICയും മാത്രം എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? ഓപ്ഷൻ A ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അഡീഷണൽ ഇൻകം ടാക്സും അഡീഷണൽ NIC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവിടെ ഇപ്പോ അഡീഷണൽ റേറ്റ് പെയർ ആയതുകൊണ്ട് ആ ബെനിഫിറ്റ്സിന്റെ വാല്യൂല് 45% ചാർജ് ചെയ്താൽ മതി. പിന്നെ NIC ആകുമ്പോഴും ആ സെയിം എമൗണ്ടിൽ NICയുടെ ഒരു പെർസെന്റേജ് ചാർജ് ചെയ്താൽ പോരെ? ഓക്കെ, മതി. അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ നമ്മൾ ആ സിനാരിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ബേസിക്കലി നമ്മൾ ആദ്യം എത്ര ടാക്സബിൾ ബെനിഫിറ്റ് ആണ് ഇയാൾക്ക് കിട്ടുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം, വേണ്ടേ? അതായത് എന്നാലല്ലേ നമുക്ക് ഇൻകം ടാക്സും NIC ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ ടാക്സബിൾ ബെനിഫിറ്റ്, ഇയാൾക്ക് എത്ര ടാക്സബിൾ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ അഡീഷണൽ ടാക്സബിൾ ഇൻകം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം. ഓക്കെ. നിങ്ങൾ പറ, ലിവിങ് അക്കോമഡേഷന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ? ഇനി നിങ്ങൾ ആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യണേ, മിണ്ടാതിരിക്കരുത്, ആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യണം. ലിവിങ് അക്കോമഡേഷന്റെ ലൈക് കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യാം? പറഞ്ഞേ. എനിക്ക് കാൽക്കുലേഷൻ മൊത്തം വേണ്ട കേട്ടോ, ബേസിക് ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാ? പറഞ്ഞേടാ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ്? നിങ്ങൾ അഡീഷണൽ ഒന്നും ആലോചിക്കേണ്ട, ഇപ്പം സാധാരണ പോലെ എന്നോട് പറഞ്ഞാൽ മതി, ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അവർക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വാല്യൂസ് എടുക്കുന്നത്. ലിവിങ് അക്കോമഡേഷന് നമ്മളൊരു ആനുവൽ വാല്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എത്രയാണ് എന്നുള്ളതിന്റെ ബേസിലാണ്, ആണോ അല്ലയോ? ആനുവൽ വാല്യൂ പ്ലസ് എന്തെങ്കിലും അഡീഷണൽ ചാർജ് അതിന് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ലിവിങ് അക്കോമഡേഷന്റെ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മറന്നുപോയോ? എടാ അതെന്താ ആരും റെസ്പോണ്ട് ചെയ്തേ. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ലിവിങ് അക്കോമഡേഷന്റെ കാൽക്കുലേഷൻ ചെയ്യാം, ആണോ അല്ലയോ? യെസ് ആണ്. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ലിവിങ് അക്കോമഡേഷന്റെ കാൽക്കുലേഷൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക, ആനുവൽ വാല്യൂ പ്ലസ് അഡീഷണൽ ചാർജ് ആണ് ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്നുള്ളതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് ഒന്ന് റീവിസിറ്റ് ചെയ്തിട്ട് വരാം.
ഒന്ന് ലിവിങ് അക്കോമഡേഷൻ ഒന്ന് ഓടിച്ച് പറയോ മാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്? അക്കോമഡേഷൻ ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. താങ്ക് യു. ഞാനൊന്ന് ടെക്സ്റ്റ് എടുത്തോട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ലൈക് ടെക്സ്റ്റ് എടുത്ത് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും ലൈക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എ മിനിറ്റ്. എംപ്ലോയ്മെന്റ് ഇൻകത്തിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, 127. പ്രോപ്പർട്ടി ഇൻകം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അല്ലെ, എംപ്ലോയ്മെന്റ് ഇൻകം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലിവിങ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? ലിവിങ് ടെക്സ്റ്റ് ആണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ? യെസ് മാം. ഓക്കെ, അപ്പൊ ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ബേസിക് ചാർജ് പ്ലസ് അഡീഷണൽ ചാർജ്, ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ ഈ ബേസിക് ചാർജ് എങ്ങനെയാന്ന് വെച്ചാൽ യൂഷ്വലി ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരും. ആ ആനുവൽ വാല്യൂ ആണ് മിക്കവാറും കേസുകളിൽ എന്തെന്ന് പറയുന്നത്? ബേസിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ലിവിങ് അക്കോമഡേഷന്റെ മൊത്തത്തിലുള്ള സിനാരിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കമ്പനി നമുക്ക് താമസിക്കാൻ ഒരു പ്രോപ്പർട്ടി തരുന്നു. അത് നമുക്ക് ബെനിഫിറ്റ് അല്ലേ? ആണോ അല്ലയോ? കമ്പനി നമുക്ക് താമസിക്കാൻ ഒരു പ്രോപ്പർട്ടി തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫ് കോഴ്സ് ബെനിഫിറ്റ് ആണ്. അപ്പൊ ആ ബെനിഫിറ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഓക്കെ, അതായത് കമ്പനി താമസിക്കാൻ തന്ന ഫ്ലാറ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ആ ഫ്ലാറ്റ് നമുക്കൊരു ബെനിഫിറ്റ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ബെനിഫിറ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക് ചാർജ് പ്ലസ് അഡീഷണൽ ചാർജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ബേസിക് ചാർജ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി അത് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തരാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ആനുവൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? ബേസിക് ചാർജ് ആയിട്ട് എടുക്കാറ്. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, അതായത് കമ്പനി ഈ ഒരു സാധനം, ഈ ഒരു പ്രോപ്പർട്ടി വേറൊരാളെടുത്ത് നിന്ന് റെന്റിന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിച്ചോ. കമ്പനി അതിന് റെന്റ് അടയ്ക്കുന്നുണ്ട്, നിങ്ങൾ റെന്റ് അടയ്ക്കുന്നുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, കമ്പനി അതിന് റെന്റ് അടയ്ക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ പറയാണ് ഈ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2000ഉം ഈ പ്രോപ്പർട്ടി കമ്പനി റെന്റിന് എടുത്തതാണ് ആൻഡ് ഇവര് മന്ത്ലി കൊടുക്കുന്ന റെന്റ് എന്ന് പറയുന്നത് ഒരു 100 ആണെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ രണ്ട് ഫിഗേഴ്സ് ആണുള്ളത്, 2000ഉം 1200ഉം. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിലെ ഹയർ വാല്യൂ ചൂസ് ചെയ്യാം. ഓക്കെ, യൂഷ്വലി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാറില്ല. യൂഷ്വലി എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ആനുവൽ വാല്യൂ തരും, ലൈക്ക് റെന്റിന് എടുക്കുന്ന കേസൊക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആനുവൽ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ബേസിക് ചാർജ് ആയിട്ട് നമ്മൾ എന്തെടുക്കും? ആനുവൽ വാല്യൂ എടുക്കും. ഇനി അഡീഷണൽ ചാർജ് എപ്പോഴാ വരിക എന്നറിയോ നിങ്ങൾക്ക്? എപ്പോഴായിരിക്കും അഡീഷണൽ ചാർജ് വരിക എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? 75,000 എക്സീഡ് ചെയ്യുമ്പോൾ ആ ചാർജിന്റെ വാല്യൂ. എന്ത് 75,000 എക്സീഡ് ചെയ്യുമ്പോൾ? എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ്, എന്ത് എക്സ്പെൻസ് ആ കോസ്റ്റ്, ഉദ്ദേശിക്കുന്നത്? സോറി, Yes. അഡീഷണൽ കോസ്റ്റ് മാത്രം നോട്ട്സിലുള്ളൂ. യെസ്. ഓക്കെ, അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങിയ വിലയുണ്ടല്ലോ, കമ്പനി ഈ പ്രോപ്പർട്ടി വാങ്ങിയ കോസ്റ്റ് അല്ലെങ്കിൽ കമ്പനി ഈ പ്രോപ്പർട്ടിക്ക് കൊടുത്ത കോസ്റ്റ് 75,000ന്റെ മുകളിലാണെങ്കിൽ, ഓക്കെ, അതൊരു ലക്ഷറി പ്രോപ്പർട്ടി ആണ് എന്നാണ് ഇവര് ടേം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ശരിക്കും എന്താണ്, കമ്പനി ഒരു ഫ്ലാറ്റ് തരുന്നുണ്ട്, അത് തന്നെ എന്താണ് ആക്ച്വലി ഒരു ബെനിഫിറ്റ് ആണ്. അതിന് പുറമെ നമുക്ക് കമ്പനി തരുന്ന ഫ്ലാറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 75,000ന്റെ മുകളിലാണെങ്കിൽ അതെന്താണ്, ഒരു ലക്ഷറി പ്രോപ്പർട്ടി ആണെന്നാണ് ഇവർ ടേം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലക്ഷറി പ്രോപ്പർട്ടി തരുമ്പോ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു അഡീഷണൽ ചാർജും കൂടെ കൊടുക്കണം. അതായത് സാധാരണ നിൽക്കേണ്ട ഒരു ഫ്ലാറ്റ് തരുന്നതിന് പകരം ഇവര് നല്ലൊരു ലക്ഷറി പ്രോപ്പർട്ടി തന്നു, അതും നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ? ആണോ അല്ലയോ? യെസ്. യെസ്. ഇപ്പൊ കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ് ഏതാ?
ഒരു ഐഡിയ ഇല്ല. കൊച്ചിയിലെ ഹീര മോട്ടോഴ്സ് അറിയോ നിങ്ങക്ക്? കേട്ടില്ല. കൊച്ചിക്കാരാണോ അവിടെ? കൊച്ചി കൊച്ചിയിലാ പഠിച്ചേ, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം കേട്ടിട്ടില്ല. ഓക്കെ. കോഴിക്കോടുള്ള മേജർലി കോഴിക്കോടുള്ള ആൾക്കാരാണോ ഉള്ളത് ഇവിടെ? അങ്ങനെയാണെങ്കിൽ കോഴിക്കോടത്തെ ഏറ്റവും ബെസ്റ്റ് അപ്പാർട്ട്മെന്റ് ഓർ ഫ്ലാറ്റ് ഏതാ? പറഞ്ഞേടാ, കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് ഏതാ? നമുക്കൊരു സ്കൈ ലൈൻ എടുത്താലോ, പഴയ CID മൂസ ഓർമ്മയ്ക്ക്. സ്കൈലൈൻ വേണമെങ്കിൽ സ്കൈലൈൻ ആക്കാം. ഇനി നമുക്ക് ഗാലക്സി വേണമെങ്കിൽ ഗാലക്സി ആക്കാം. എന്റെ മൈൻഡിൽ ഗാലക്സി ആയിരുന്നു. നമ്മുടെ ആ മനോരമ ജംഗ്ഷന്റെ അവിടെ വലിയൊരു ഗാലക്സി വരുന്നുണ്ടല്ലോ. ആ ഓ കടവന്ത്ര ഉണ്ടായിരുന്നു. യെസ്, ഗാലക്സി റൂംസ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എലാൻസ് തന്നെ എടുക്കാം. ഓക്കെ, എലാൻസ് എന്ത് ചെയ്തു? എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി തന്നു. ഓക്കെ, സോ എലാൻസ് എനിക്ക് സാധാ ഒരു ഫ്ലാറ്റ് എടുത്തു തരുന്നതിന് പകരം എനിക്ക് ഗാലക്സിയുടെ ഒരു അപ്പാർട്ട്മെന്റ് അങ്ങോട്ട് എടുത്തു തന്നു. ലക്ഷറി ആണോ അല്ലയോ? യെസ്. യെസ് ഓ നോ? പറഞ്ഞേടാ, ലക്ഷറി ആണോ അല്ലയോ? ഗാലക്സിയുടെ ഒരു യെസ്. ഫ്ലാറ്റ് അടുത്ത് തരിക എന്ന് അയ്യോ. പറയുമ്പോൾ അത് ബേസിക്കലി എന്ത് തന്നെയാണ്? ലക്ഷറി ആണ്. ഓക്കെ, അപ്പൊ ടാക്സ് അതോറിറ്റി പറയാണ് നിങ്ങൾക്ക് സാധാ ഒരു ഫ്ലാറ്റ് എടുത്തു തരേണ്ടതിന് പകരം കമ്പനി നിങ്ങൾക്ക് ഒരു ലക്ഷറി സാധനമാണ് എടുത്തു തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ചാർജ് മാത്രം കൊടുത്താൽ പോരാ, നിങ്ങൾ എന്തും കൂടെ കൊടുക്കണം, അഡീഷണൽ ചാർജും കൂടെ കൊടുക്കണം. ഇനി ഇതെങ്ങനെയാണ് ലൈക്ക് എന്താ പറയാ ലക്ഷറി പ്രോപ്പർട്ടി ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ്, കമ്പനി ഇതെടുത്തതിന്റെ വില, ഓക്കെ, കമ്പനി ഈ ഫ്ലാറ്റ് വാങ്ങിയതിന്റെ കോസ്റ്റ് 75,000 മുകളിലാണെങ്കിൽ ഇതെന്താണ്? ലക്ഷറി പ്രോപ്പർട്ടി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? എപ്പോഴാണ് ബേസിക് ചാർജ്, എപ്പോഴാണ് അഡീഷണൽ ചാർജ് എന്ന് പറയുന്നത് മനസ്സിലായോ? യെസ് മാം. ഓക്കെ, കമ്പനി താമസിക്കാൻ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് തരുന്നുണ്ടെങ്കിൽ എന്തായാലും ബേസിക് ചാർജ് വരും. ഓക്കെ, ഫ്ലാറ്റോ വീടോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, കമ്പനി നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ബേസിക് ചാർജ് വരും. ഇനി ലക്ഷറി ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കിന്റെ കൂടെ എന്തും കൂടെ വരും? അഡീഷണൽ ചാർജും കൂടെ വരും. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? യെസ് മാം. യെസ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ സാധനത്തില്? എനി ഡൗട്ട്സ്? ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് ഈ അഡീഷണൽ ചാർജ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തരില്ല. ആനുവൽ വാല്യൂ തരുന്നത് പോലെ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി എന്ത് തരില്ല? അഡീഷണൽ ചാർജ് തരില്ല. അതിന് നമ്മൾ ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ദ അക്കോമഡേഷൻ, അതായത് ആ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് മൈനസ് 75,000 ഇൻറ്റു ആനുവൽ റേറ്റ് ഇല്ലേ, നിങ്ങളുടെ ഒഫീഷ്യൽ റേറ്റ് ഇല്ലേ? ഒഫീഷ്യൽ റേറ്റ് എത്രയാടാ? ഒഫീഷ്യൽ റേറ്റ് എത്ര പെർസെന്റേജ്? 3.75%. അപ്പൊ നമ്മുടെ അഡീഷണൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. കോസ്റ്റ് മൈനസ് 75,000 ഇൻറ്റു 3.75%. ഇനി ഇവിടെയും ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ആ ട്വിസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് കമ്പനി ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട്, ഓക്കെ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം കേട്ടോ, ഈ 2 പോയിന്റ്. കമ്പനി ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് 6 വർഷത്തിൽ കൂടുതലായി എന്ന് വിചാരിച്ചു. ഓക്കെ, കമ്പനി ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട്, ഫോർ എക്സാമ്പിൾ കമ്പനി ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് 2010-ലാണ്. ഓക്കെ, കമ്പനി എനിക്കിത് തരുന്നത്, അതായത് എംപ്ലോയി ആയ എനിക്കിത് തരുന്നത്, എലാൻസ് എനിക്കിത് തരുന്നത് ഒരു 2025-ലാണ് എന്ന് അസ്യൂം ചെയ്യാം. ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് 6 വർഷത്തിൽ കൂടുതലായോ ഇല്ലയോ? 6 വർഷത്തിൽ കൂടുതലായി. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അഡീഷണൽ ചാർജിന്റെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കോസ്റ്റ് മൈനസ് 75,000 ഇൻറ്റു 3.75 എന്നാണ്. ആണോ അല്ലയോ? ആണ്. അപ്പം ഇവിടെ ഈ കോസ്റ്റിന് പകരം, ഓക്കെ, 6 കൊല്ലത്തിൽ കൂടുതലായതുകൊണ്ട് ഞാൻ എന്തെടുക്കും? മാർക്കറ്റ് വാല്യൂ എടുക്കും. ഓക്കെ, കോസ്റ്റ് എടുക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ആ പ്രോപ്പർട്ടീന്റെ മാർക്കറ്റ് വാല്യൂ എടുക്കും. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഈ മാർക്കറ്റ് വാല്യൂ നമ്മൾ എപ്പോഴാണ് എടുക്കുക? ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് 6 കൊല്ലത്തിൽ കൂടുതലായാൽ, ആര് വാങ്ങിയിട്ട്? കമ്പനി വാങ്ങിയിട്ട് 6 കൊല്ലത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോസ്റ്റിന് പകരം എന്തായിരിക്കും എടുക്കുന്നുണ്ടാവുക? മാർക്കറ്റ് വാല്യൂ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരൊറ്റ
ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ഇടയ്ക്ക് നോക്കി 2010 ഇവർ ചിലപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ഒരു 2015 ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ടാവും ആ പ്രോപ്പർട്ടിയിൽ. ഓക്കെ, അതായത് ഇവർ ആ ഗാലക്സീന്റെ ഫ്ലാറ്റിൽ കുറച്ച് എന്താണ്, ഫ്ലാറ്റില് കുറച്ച് ഇംപ്രൂവ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരു അഡീഷണൽ റൂം എടുത്തു, അല്ലെങ്കിൽ അങ്ങനെ റൂം ലൈക് ഫ്ലാറ്റിൽ അത് ടെക്നിക്കലി പോസിബിൾ അല്ല, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് കാര്യമായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ആ പ്രോപ്പർട്ടീന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കാട്ടോ ഈ പോയിന്റ്. ഓക്കെ, നിങ്ങൾ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. കോസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇംപ്രൂവ്മെന്റ്സിന്റെ വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. നമുക്കിതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തെ പ്രോപ്പർലി കത്തുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ സിനാരിയോയിലേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പർലി എന്ത് ചെയ്ത് തരാം, ലിങ്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ലിവിങ് അക്കോമഡേഷനിലേക്ക് വരുന്നത്. ബേസിക് ചാർജ് ഉണ്ടോ, അഡീഷണൽ ചാർജ് ഉണ്ടോ, ഈ പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടിയോ? ബേസിക് ചാർജ് ഉണ്ടോ, അഡീഷണൽ ചാർജ് ഉണ്ടോ, കിട്ടിയോടാ? യെസ് ഓർ നോ? ഓക്കെ, ഫൈൻ. ഇതൊന്ന് നിങ്ങൾ പറഞ്ഞേ, ഈ പ്രോപ്പർട്ടിയുടെ ബേസിക് ചാർജ് ഞാൻ എന്തായിട്ട് എടുക്കണം? നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പോവാം. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻ നിങ്ങൾ തൽക്കാലം ഇപ്പൊ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാ, ഈ കമ്പനിയുടെ ബേസിക് ചാർജ് ആയിട്ട് ഞാനിത് എത്ര എടുക്കേണ്ടത്? 9,500. കാരണം ബേസിക് ചാർജ് എന്ന് പറയുന്നത് ആനുവൽ വാല്യൂ ആണ് എന്നുള്ളത് നമ്മളിപ്പോ കണ്ടില്ലേ. ആനുവൽ വാല്യൂ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരും. സോ ബേസിക് ചാർജ് ആയിട്ട് നമ്മൾ എത്ര എടുക്കുന്നു? 9,500 എടുക്കുന്നു. ഓക്കെ, ഈ പ്രോപ്പർട്ടി കമ്പനി റെന്റിന് എടുക്കുക എന്നൊന്നും പറയുന്നില്ലല്ലോ, ഇല്ലല്ലോ. 2015 ഇവരിത് വാങ്ങിയതാന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ റെന്റ് ആണോ ആനുവൽ വാല്യൂ ആണോ ഹയർ എന്നുള്ളതൊന്നും നോക്കാൻ പോകണ്ട. ഓക്കെ, വാങ്ങിയതാണെങ്കിൽ നേരെ ആനുവൽ വാല്യൂ എടുക്കുക, റെന്റഡ് ആണെങ്കിൽ മാത്രം ഹയർ ഓഫിലേക്ക് പോയാൽ മതി. സോ ആനുവൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയല്ലോ, കിട്ടിയോ ഇല്ലയോ? ഇതിൽ ഡൗട്ട്സ് ഉണ്ടോ? ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചതിൽ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ മാർക്കിംഗ് ഗൈഡും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ കൂടെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ചെയ്യുന്ന റിക്വയർമെന്റ് 6 മാർക്കിന്റെ റിക്വയർമെന്റ് ആണ്. വെറുതെ ആ ക്വസ്റ്റ്യനിലുള്ള എന്താണ് ആനുവൽ വാല്യൂ എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി? ഹാഫ് മാർക്സ് വെറുതെ കിട്ടി. ഓക്കെ, സോ നമുക്ക് പറ്റുന്ന ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നാൽ പോലും ക്വസ്റ്റ്യനിലുള്ള 1-2 ഫിഗേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്കും 1 മാർക്കും ഒക്കെ കിട്ടും. സോ വെറുതെ എന്ത് ചെയ്യരുത്, കിട്ടുന്ന മാർക്ക് കളയാൻ നിൽക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അഡീഷണൽ ചാർജ് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരു പ്രോപ്പർട്ടിക്ക് അഡീഷണൽ ചാർജ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? പറഞ്ഞേ. അതിന്റെ കോസ്റ്റ് 75,000 മുകളിലാണെങ്കിൽ എന്നെവിടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെരി ഗുഡ്. അപ്പം ഇതിന്റെ കോസ്റ്റ് 75,000 മുകളിലാണെങ്കിൽ, പെർച്ചേസ് കോസ്റ്റ് 75 മുകളിലാണെങ്കിൽ ഇതിന് നമ്മൾ എന്തും കൊടുക്കേണ്ടി വരും? അഡീഷണൽ ചാർജും കൊടുക്കേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞേടാ. പർച്ചേസ് പ്രൈസ് 180,000. യെസ്. 1st ജൂണില് ദ കമ്പനി ഒറിജിനലി പർച്ചേസ് ദ ഫ്ലാറ്റ് ഓൺ 1st ജൂൺ 2015. അന്ന് ഇതിന്റെ കോസ്റ്റ്, ഇത് ഇവർ പർച്ചേസ് ചെയ്ത കോസ്റ്റ് എത്രയാണ്? 180,000 ആണ്. ലക്ഷറി പ്രോപ്പർട്ടി ആണോ അല്ലയോ? എല്ലാരും റെസ്പോണ്ട് ചെയ്തേ മക്കളെ, മിണ്ടാതിരിക്കല്ലേ, റെസ്പോണ്ട് ചെയ്തേ. പറഞ്ഞേടാ, ഇത് ലക്ഷറി പ്രോപ്പർട്ടി ആണോ അല്ലയോ? യെസ്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് കൊടുക്കണം? അഡീഷണൽ ചാർജ് കൊടുക്കണം. ഇനി അഡീഷണൽ ചാർജിന്റെ ഇക്വേഷൻ ബേസിക്കലി എങ്ങനെയാണ്? ഞാനിവിടെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്യാം. കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ മൈനസ് 75,000 ഇൻറ്റു 3.75. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. യെസ് ഓർ നോ? 3.57% വേണ്ടേ? 3.75% ഇതാ, പ്രശ്നമില്ല നമുക്ക്. ഓക്കെ, ഐ മീൻ ഞാൻ ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ജസ്റ്റ് നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇക്വേഷൻ അവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കോസ്റ്റ് ആണോ മാർക്കറ്റ് വാല്യൂ ആണോ എടുക്കേണ്ടത്?
നിങ്ങൾ എല്ലാവരും എനിക്ക് നിങ്ങൾ മൈക്കിൽ റെസ്പോണ്ട് ചെയ്യണം. ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ മക്കളെ. നമ്മൾ കോസ്റ്റ് ആണോ എടുക്കുക, മാർക്കറ്റ് വാല്യൂ ആണോ എടുക്കുക? കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താൽ മതി, മൈക്കിൽ പറയട്ടോ. എല്ലാവരുടെയും റെസ്പോൺസ് വേണേ. രണ്ടുപേരുടേത് കിട്ടി, ബാക്കി 3 ഓക്കെ. ബാക്കിയുള്ള ആൾക്കാരുടെ റെസ്പോൺസ് ഓക്കെ. 4 പേരുടെ റെസ്പോൺസ് ആയി. ഒരാളും കൂടെ ഉണ്ടല്ലോ. യെസ്, ഫൈൻ. എല്ലാവരും പറയുന്നുണ്ട് മാർക്കറ്റ് വാല്യൂ ആണ്. ഇനി നിങ്ങൾ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എടുക്കുന്നത്? ഒറിജിനൽ പർച്ചേസ് കഴിഞ്ഞിട്ട് മോർ ദൻ 6 years ആയി. ഓൾമോസ്റ്റ് 10 years. 2015 ഇവർ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇത് എംപ്ലോയിക്ക് കൊടുക്കുന്നത്, അതായത് ലൂക്കാസിന് കൊടുക്കുന്നത് 2025 അപ്പൊ 10 വർഷത്തിൽ കൂടുതലായി. 10 വർഷത്തിൽ കൂടുതലായാൽ നമ്മൾ എന്തെടുക്കില്ല? കോസ്റ്റ് എടുക്കില്ല, പകരം മാർക്കറ്റ് വാല്യൂ ആണ് ഞാൻ എടുക്കുക. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, 90,000 ആള് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അത് കൺസിഡർ ചെയ്യണോ വേണ്ടയോ? സിൻസ് വി ആർ ടേക്കിംഗ് ദ മാർക്കറ്റ് വാല്യൂ, നമ്മൾ ആ 90,000 കൺസിഡർ ചെയ്യണോ വേണ്ടയോ? കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. എന്താ അതിന്റെ റീസൺ അറിയോ നിങ്ങൾക്ക്? ഈ 90,000 നമ്മൾ കൺസിഡർ ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? പ്രോബബ്ലി ആ വാല്യൂ ഇൻക്ലൂഡഡ് ആയിരിക്കും. യെസ്, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ആ പ്രോപ്പർട്ടിക്ക് ഉള്ള വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ. സോ ഒബ്വിയസ്ലി ആ 90,000 ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ കൂടെ കൂട്ടിയിട്ടായിരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുക, അല്ലേ? യെസ്. സോ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ്സ് എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ നേരത്തെ മാർക്കിംഗ് സ്കീം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ അഡീഷണൽ ചാർജ് കണ്ടുപിടിക്കുന്നതിന് എത്ര മാർക്സാ? 2 marks. 2 മാർക്സ് ആണ്. സിമ്പിൾ അല്ലേ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഈ അഡീഷണൽ ചാർജ് കണ്ടുപിടിക്കാൻ? മാർക്കറ്റ് വാല്യൂ 420,000 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 420,000 മൈനസ് 75,000 ഇൻറ്റു 3.75%. ബ്രാക്കറ്റ് ഇടാത്തതുകൊണ്ട് അത് പോയി. ജസ്റ്റ് എ മിനിറ്റ്. മാർക്കറ്റ് വാല്യൂ 420,000 മൈനസ് 75,000 into 3.75%. യെസ്, സിമ്പിൾ അല്ലേ? ഇനി ഒരു കാര്യം, ഡെസിമൽ പോയിന്റ്സ് നമ്മൾ കീപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഡെസിമൽ പോയിന്റ്സ് നമ്മൾ ആൻസറിൽ കീപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഇല്ല, ഡെസിമൽ പോയിന്റ്സ് ഒരിക്കലും നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ കീപ്പ് ചെയ്യരുത്. എപ്പോഴും നിയറസ്റ്റ് ഹോൾ നമ്പറിലേക്ക് ഇത് റൗണ്ട് ചെയ്യുക. ഇനി എങ്ങനെ റൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ, അതായത് ആ 0.00 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, അതിൽ ആ 4-ാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. സോ എപ്പോഴും നിയറസ്റ്റ് ഡെസിമലിലേക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് മാം. ഇതുവരെ ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെയാണ് മാം. ഓക്കെ, ഫൈൻ. ഇനി ആരോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, യെസ്, നമ്മൾ ലിവിങ് അക്കോമഡേഷന്റെ ബെനിഫിറ്റ് കണ്ടുപിടിച്ചു. ഇനി കമ്പനി ഒരു ഫർണിച്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്കതൊരു ബെനിഫിറ്റ് ആണോ അല്ലേ? അതെ. കമ്പനി നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഒരു ഫർണിച്ചർ തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എലാൻസ് എന്റെ ഗാലക്സിയുടെ ഫ്ലാറ്റിലേക്ക് എന്ത് ചെയ്തു? കംപ്ലീറ്റ് മറ്റേ ഡൈനിങ് ടേബിൾസ്, സോഫാസ്, ബെഡിങ്, അങ്ങനത്തെ കംപ്ലീറ്റ് സാധനം എലാൻസ് പ്രൊവൈഡ് ചെയ്തു. ഫർണിച്ചേഴ്സ് കംപ്ലീറ്റ് എലാൻസ് എനിക്ക് തന്നു. എനിക്കതൊരു ബെനിഫിറ്റ് ആണോ അല്ലയോ? അതെ. ആണ്. ആ ബെനിഫിറ്റിന് ഞാൻ ടാക്സ് കൊടുക്കണം? യെസ്. യെസ്. എങ്ങനെ ടാക്സ് കൊടുക്കും? ഏത് എമൗണ്ടിന്റെ മുകളിൽ ഞാൻ ടാക്സ് കൊടുക്കണം? ഇതിന്റെ കോസ്റ്റ്, ഓക്കെ, ഫർണിച്ചറിന്റെ കോസ്റ്റ് 15,000 ആണെന്ന് പറഞ്ഞു. ആ 15,000 മുകളിലാണോ ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്? ഓറൽസ് എന്തേലും കാൽക്കുലേഷൻസ് ഇവിടെ ചെയ്യണോ ഞാൻ? കാണാനില്ലല്ലോ. വേറെ അങ്ങനെ ഉം. വേറെ ഐറ്റംസ് ഒന്നും കാണാത്തതുകൊണ്ട് നമുക്ക് അസ്യൂം 15,000 ടാക്സ് കൊടുക്കണം. ഓക്കെ. പക്ഷെ അത് അല്ല, യൂസേജ് ബെനിഫിറ്റ് സോറി.
പ്രൈവറ്റ് യൂസ് ഓഫ് ആൻ അസെറ്റ് എന്നുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ യൂസേജ് ബെനിഫിറ്റ് എന്നുള്ള ഒരു സാധനം കേട്ടിട്ടുണ്ടോ? യെസ് മാം. ഇനി മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. Acquisition benefit and usage benefit. Yes. യെസ്. സോ എക്സ്പെൻസസ് അല്ല, കാർ ഇതല്ല. ഞാൻ ആക്ച്വലി ഇപ്പൊ ഫുൾ ടൈം സെഷൻസ് എടുക്കൽ കുറവാണ്. ലൈക്ക് ഞാനിപ്പം നിങ്ങക്ക് GT എന്ന് പറഞ്ഞ കമ്പനി അറിയോടാ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ Yeah. GT? Gram Thornton. ഞാനിപ്പോ GTയിൽ ആക്ച്വലി വർക്ക് ചെയ്യാണ് ഓഡിറ്റർ ആയിട്ട്. സോ ബേസിക്കലി ഞാൻ ഓൺലൈൻ സെഷൻസ് മാത്രമേ ഇപ്പൊ എടുക്കാറുള്ളൂ. അപ്പോ കഴിഞ്ഞ ഇപ്പം ഒരു 3 മാസമായിട്ട് ബിസി സീസൺ ആയതുകൊണ്ട് ഓൺലൈൻ സെഷൻസും എടുക്കൽ ഭയങ്കര കുറവാണ്. അപ്പൊ എവിടേക്കാണ് എന്തൊക്കെയാണ് സാധനം കിടക്കണേന്നുള്ളത് ചെറിയൊരു ടച്ച് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അസെറ്റ്സ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് എന്നുള്ള ടോപ്പിക് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസെറ്റ് അല്ലേ? Yes ma'am. യെസ്. അപ്പോ ഒരു അസെറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസെറ്റിന്റെ മാർക്കറ്റ് വാല്യൂടെ 20% ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? Usage benefit. യെസ്, ബെനിഫിറ്റിന്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ ലിവിങ് അക്കോമഡേഷന് നമ്മൾ ഇങ്ങനെ കുറെ വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ? അതേപോലെ ഫർണിച്ചറിന് ഒരിക്കലും നമ്മൾ ആ കോസ്റ്റ് എടുക്കില്ല. ഈ കോസ്റ്റിന്റെ 20% ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ബെനിഫിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് ഇത്രയാണ് നമുക്ക് കമ്പനി തന്ന ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ മക്കളെ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്തേ. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ എന്നുള്ളത്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോടാ. യെസ്. ഓക്കെ ഫൈൻ. അപ്പോ ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. നോ ഇഷ്യൂസ്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫർണിച്ചർ നമുക്ക് ബെനിഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമ്മൾ എത്ര ലിവിങ് അക്കോമഡേഷനും നമ്മൾ കണ്ടുപിടിച്ചു, ഫർണിച്ചറും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസ്, അതായത് നമ്മുടെ ബില്ലുകളൊക്കെ ആര് നമ്മുടെ ബില്ലുകളൊക്കെ ആര് പേ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? കമ്പനി തന്നെ പേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എന്റെ ഗാലക്സിയുടെ ഫ്ലാറ്റിലെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും എല്ലാം. ഈ ഹീറ്റിംഗ് ബില്ല് എന്താണ് സാധനം? ഹീറ്റിംഗ് ബിൽസ് പുറത്തൊക്കെയാണ് UK ഹീറ്റർ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, ബിക്കോസ് ഓഫ് കോൾഡ് ക്ലൈമറ്റ്. യെസ്. UK-ലൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മൾ ഇവിടെ AC വെക്കുന്നത് പോലെ അവിടെ കോമൺ ആണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റേഴ്സ് വെക്കുക എന്നുള്ളത്. ഓക്കെ, വീടുകളിൽ ഹീറ്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് അവിടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഹീറ്റിംഗ് ബിൽസിനെയാണ്, ആ ഹീറ്റേഴ്സിന്റെ ബില്ലിനെയാണ് നമ്മൾ ഹീറ്റിംഗ് ബിൽസ് എന്നുള്ള രീതിക്ക് പറയുന്നത്. ആൻഡ് ലൈറ്റിംഗ് ബിൽസ് എന്ന് പറഞ്ഞാൽ നോർമൽ കറണ്ട് ബില്ലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എലാൻസ് എന്റെ റൂമത്തെ AC-ന്റെ ബില്ലും കറണ്ട് ബില്ലും വാട്ടർ ബില്ലൊക്കെ അടയ്ക്കുന്നത് എനിക്ക് ബെനിഫിറ്റ് ആണോ അല്ലേ? ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് കൊടുക്കണം എന്നാ പറയുന്നത്? ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കിട്ടിയ എമൗണ്ട് മൊത്തം ഞാൻ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. എനിക്ക് ആ ബെനിഫിറ്റിന് ഞാൻ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സോ ഞാൻ ഇവിടെ ഏത് എമൗണ്ട് എടുക്കാം? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണോ? ഓറൽസ് എനിക്ക് ആ എമൗണ്ട് ഡയറക്ട്ലി എടുക്കാൻ പറ്റുമോ? എങ്ങനെയാ? ഫുൾ എമൗണ്ട് എടുക്കാലോ. യെസ്, ആ എമൗണ്ട് നമുക്ക് ഡയറക്ട്ലി എന്താക്കാം? ടാക്സബിൾ എമൗണ്ട് ആയിട്ട് എടുക്കാം, ടാക്സബിൾ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കമ്പനി തരുന്നതല്ലേ? അതായത് സാധാ ഒരു വീട് തെരഞ്ഞെടുത്ത് പകരം നല്ലൊരു ലക്ഷറി ഫ്ലാറ്റ് എനിക്ക് തന്നു, അതിലേക്കുള്ള എല്ലാ ഫേർണിച്ചറും കമ്പനി എനിക്ക് തന്നു, എന്റെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസ് കമ്പനി പേ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു? ഞാൻ എന്ന് പറഞ്ഞാൽ ലൂക്കാസ്. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഞാൻ ലൂക്കാസ് ആണ്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ തന്നതല്ലേ, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കുറച്ച് പൈസ ഓരോ മാസവും തരാം. ഇങ്ങനെ നമ്മുടെ ലൂക്കാസ് പറയുകയാണ്. ആൻഡ് ലൂക്കാസ് ഓരോ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാളാ? ഓരോ മാസവും ലൂക്കാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാ? 100 ആണ്. അപ്പൊ ഒരു ഇയറിൽ അയാൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും? 100. 1000
200 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഡിഡക്റ്റബിൾ ആണോ അല്ലയോ? യെസ് അല്ലേ? യെസ്, ഇതെന്താണ്? ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ബേസിക് ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു, അഡീഷണൽ ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു, ഫേർണിച്ചറിന്റെ ടാക്സബിൾ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ആൻഡ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസിന്റെ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇതിന്ന് ഞാൻ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തു? കുറച്ചു. ഓക്കെ, ബിക്കോസ് അതെന്റെ കയ്യിൽ നിന്ന് പോയ പൈസയാണ്. ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുന്നതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇറക്കി. സോ അത് കഴിഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ ആക്ച്വലി എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. യെസ് മാം. യെസ്, Yes. ഇത് നോർമൽ ഇൻകം ടാക്സ് ആണ്. ഞാൻ ടാക്സ് പ്ലാനിങ്ങിലേക്ക് പോയിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സിന്റെ റിവിഷൻ കിട്ടും, കോർപ്പറേഷൻ ടാക്സിന്റെ റിവിഷൻ കിട്ടും, എല്ലാത്തിന്റെയും റിവിഷൻ കിട്ടും. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ടോട്ടൽ അക്കോമഡേഷൻ ബെനിഫിറ്റ്. ടോട്ടൽ അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെയൊക്കെ സം ആണ് ടോട്ടൽ അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 26,430. 7.5 എന്ന് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാൻ പാടില്ല. എപ്പോഴും നിയറസ്റ്റ് ഹോൾ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? യെസ് മാം. യെസ്, ഫൈൻ. ഇനി കഴിഞ്ഞോ? നമ്മുടെ പരിപാടി കഴിഞ്ഞോ? ഇനിയാണ് ശരിക്കും നമ്മൾ ടാക്സ് പ്ലാനിങ്ങിലേക്ക് പോണത് കേട്ടോ. പോവല്ലേ നമുക്ക് ടാക്സ് പ്ലാനിങ്ങിലേക്ക്? യെസ് മാം. ഓക്കെ, ഇനി നമുക്ക് റിക്വയർമെന്റ് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ വായിക്കുകയാണ്. കാൽക്കുലേറ്റ് ദി അഡീഷണൽ ഇൻകം ടാക്സ് ആൻഡ് NIC. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അഡീഷണൽ ഇൻകം ടാക്സും അഡീഷണൽ ഇൻകം ടാക്സും അഡീഷണൽ NIC പേബിളും. അഡീഷണൽ NIC പേയബിളും കാൽക്കുലേറ്റ് ചെയ്യണം. ആരുടെ അഡീഷണൽ ഇൻകം ടാക്സും ആരുടെ അഡീഷണൽ NIC ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലൂക്കാസ്. ലൂക്കാസ് കമ്പനിയുടെ ആണോ? കമ്പനിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ടോ റിക്വയർമെന്റ് എയില്? ഇല്ല. ഇല്ല. അപ്പോ ലൂക്കാസിന്റെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ നമ്മൾ ഇൻകം ടാക്സ് എന്നുള്ള ടോപ്പിക് മാത്രമേ ഇവിടേക്ക് നോക്കുന്നുള്ളൂ. ഓക്കെ, ഇഫ് ഹി ആക്സെപ്റ്റ്സ് ഓപ്ഷൻ 1, അതായത് അക്കോമഡേഷൻ ആക്സെപ്റ്റ് ചെയ്താൽ ഇയാൾക്ക് വരുന്ന അഡീഷണൽ ഇൻകം ടാക്സും അഡീഷണൽ NICയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. നിങ്ങൾ അഡീഷണൽ ഇൻകം ടാക്സും അഡീഷണൽ NICയും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് പേഴ്സണലി അയച്ചാലും മതി, നോ ഇഷ്യൂസ്. പബ്ലിക് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ലൈക്ക് പബ്ലിക് ആയിട്ട് നിങ്ങളുടെ ചാറ്റ് പോസ്റ്റ് ചെയ്യണമെന്നില്ല. തെറ്റെന്നുള്ള പേടി ഉണ്ടെങ്കിൽ, അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ നോ ഇഷ്യൂസ്, പബ്ലിക് ആയിട്ടോ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഇതിന്റെ ആൻസർ വേണം. ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അഡീഷണൽ എത്ര ഇൻകം ടാക്സ് വരും, അഡീഷണൽ എത്ര NIC വരും. ഒരു ക്ലൂ ഞാൻ പറഞ്ഞു തരാം. ഇത്രയുമാണ് നമ്മുടെ അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമ്മളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ് എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇയാൾക്ക് 155,000 ആണല്ലോ ഇൻകം എന്ന് പറയുന്നത്. സോ നമ്മൾ അഡീഷണൽ ടാക്സ് പെയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അക്കോമഡേഷൻ ബെനിഫിറ്റ് വരുന്നത് കാരണം ഞാൻ എത്ര അഡീഷണൽ ഇൻകം ടാക്സ് പേ ചെയ്യണം, ഞാൻ എത്ര അഡീഷണൽ NIC പേ ചെയ്യണം. ഓക്കെ, ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. ലൂക്കാസ് പേ ചെയ്യേണ്ട NIC ഏതാടാ? ലൂക്കാസ് പേ ചെയ്യേണ്ട NIC ഏത്? ക്ലാസ് 1 എംപ്ലോയി NIC. എംപ്ലോയി NIC. ക്ലാസ് 1 എംപ്ലോയി NIC എപ്പോഴൊക്കെയാ നമ്മൾ കൊടുക്കുക? അല്ലെങ്കിൽ എന്തിന്റെ മുകളിലാണ് ക്ലാസ് 1 എംപ്ലോയി NIC കൊടുക്കുക? ക്യാഷ് ബെനിഫിറ്റ്സിന്റെ മുകളിൽ. ക്യാഷ് ബെനിഫിറ്റ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ഏർണിങ്സിന്റെ മുകളിലാണ് ബേസിക്കലി നമ്മൾ കൊടുക്കുക. ആണോ അല്ലയോ? ക്യാഷ് ബെനിഫിറ്റും കൈൻഡ് ബെനിഫിറ്റിന്റെ വ്യത്യാസം ക്ലാസ് 1-ലല്ലേ, എംപ്ലോയർക്കല്ലേ വ്യത്യാസം വരുന്നത്? വെയിറ്റ് ചെയ്യും, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്, ഇതിന് ഞാൻ ക്ലാസ് 1 കൊടുക്കണോ? ക്ലാസ് 1 എംപ്ലോയി ഞാൻ കൊടുക്കണോ വേണ്ടയോ? യെസ്, കൊടുക്കണം. വേണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, ഇത് No. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു 2 minutes എടുക്കുക. ഈ ക്യാഷ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെയാണ് കേട്ടോ ബേസിക്കലി നമ്മൾ ക്യാഷ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോണസ് ഇല്ലേ,
Yeah, yeah. ബോണസ് എങ്ങനെയാ നമ്മുടെ കയ്യിൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്? അതായത് ക്യാഷ് ആയിട്ട് തന്നെ Cash നമ്മുടെ കയ്യിൽ ആയിട്ട്. ബോണസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ക്യാഷ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ അഡീഷണലി അപ്പാർട്ട് ഫ്രം സാലറി കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ ക്യാഷ് ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുക. ഈ അക്കോമഡേഷൻ ബെനിഫിറ്റ് ക്യാഷ് ബെനിഫിറ്റ് ആണ്. ലൈക്ക് എന്റെ അല്ല, കയ്യിൽ ഈ crime. 26,438 ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ടോ? No. ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് എടുക്കുക. എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. വാട്ട് ഇസ് ദ അഡീഷണൽ ഇൻകം ടാക്സ് ആൻഡ് വാട്ട് ഇസ് ദ അഡീഷണൽ NIC? ഇതാണ് ശരിക്കും ടാക്സ് പ്ലാനിങ്ങിന്റെ പോയിന്റ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രൈ ചെയ്താൽ മതി. തെറ്റിയാലും പ്രശ്നമില്ല, ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. നോ ഇഷ്യൂസ്. ചാറ്റ് ബോക്സിൽ ഒരു 5 മിനിറ്റ് ഞാൻ സമയം തരാം. ഇപ്പൊ എത്രയായി? 7:56. ഒരു 8:01 ആകുമ്പോഴത്തേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്നുമില്ല, ഇൻകം ടാക്സ് NIC കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. അതും ഫുൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട, അഡീഷണൽ ആ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. വെറുതെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ, ചെയ്യാണ്ടിരിക്കണ്ട, ട്രൈ ചെയ്താൽ മതി. തെറ്റിയാലും ഞാൻ ആരുടെയും പേര് വിളിച്ച് ചോദിക്കൂല കേട്ടോ. ആ പേടി കൊണ്ട് ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കണ്ട. തെറ്റിയാലും ശരിയായാലും ഞാൻ ആരുടെയും പേര് വിളിച്ച് ചെയ്യിപ്പിക്കാനൊന്നും പോണില്ല. സോ എന്ത് ചെയ്യുക, പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. എടാ, 2 പേരുടെ ആൻസേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് ഷെയർ ചെയ്തേ. അഡീഷണൽ, യാ, ഓക്കെ. എനിവേ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യാം, NICയുടെ ആ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, നമുക്ക് ആ NICയുടെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ളവരിലേക്ക് പോകും. ഓക്കെ, 371. ക്ലാസ് 1 NICs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ക്ലാസ് 1 NICs ആർ പേയബിൾ വേർ ദ ഇൻഡിവിജ്വൽ ഇസ് എംപ്ലോയിഡ് ഇൻ UK. നമ്മുടെ ലൂക്കാസ് എന്ന് പറയുന്ന ആള് UK എംപ്ലോയിഡ് ആണ്. 16 ഓർ അതിന്റെ മുകളിൽ ഏജ് ഉള്ളവർക്ക് മാത്രമേ NIC വരുള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഹിസ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ 16. ഓക്കെ, ഇനി ഹാസ് ഏർണിംഗ്സ് ഇൻ എക്സസ് ഓഫ് ഏർണിംഗ്സ് ലിമിറ്റ് 12,570. ഇയാളുടെ ഏർണിംഗ്സ് 12,570-നെക്കാട്ടും കൂടുതലാണെങ്കിൽ NIC ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഏർണിംഗ്സ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഏർണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി റെമ്യൂണറേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ എംപ്ലോയ്മെന്റ് എന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ, ബേസിക്കലി സാലറി which is paid in cash or assets which are readily convertible into cash. അതായത് ഇങ്ങനെ ആലോചിക്കാം, എനിക്ക് എലാൻസ് എന്ന് കിട്ടുന്ന എന്ത് റെമ്യൂണറേഷൻ, ഓക്കെ, എങ്ങനത്തെ റെമ്യൂണറേഷനാ? ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്ന റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന റെമ്യൂണറേഷൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള റെമ്യൂണറേഷൻസിനാണ് ഞാൻ എന്ത് കൊടുക്കേണ്ടത്? NIC കൊടുക്കേണ്ടത്. ഇനിയിപ്പോ കുറച്ച് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ വേജസ്, സാലറി, ഓവർ ടൈം പേ, കമ്മീഷൻ, ബോണസ്, ഇതൊക്കെ ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സിക്ക് പേ നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക. പിന്നെ അതേപോലെ ടിപ്പുകൾ ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഗ്രാറ്റുവിറ്റി അത് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക. പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും ലൈക്ക് ഓഫീസിലേക്കും ട്രാവൽ ചെയ്യുന്നതിന്റെ പൈസ റീഇംബേഴ്സ്മെന്റ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുക. ഇനി വൗച്ചേഴ്സ് ക്യാഷ് ആയിട്ടല്ല കിട്ടുന്നത് എങ്കിൽ പോലും അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും? ലൈക്ക് നമുക്ക് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇനി ഗ്രോസ് ഏർണിംഗ്സ് ഡു നോട്ട് ഇൻക്ലൂഡ് എക്സെപ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ നോൺ ക്യാഷ് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് നമ്മൾ പ്രോപ്പർലി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യില്ല, എക്സെപ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല, നോൺ ക്യാഷ് ബെനിഫിറ്റ്സും ഇൻക്ലൂഡ് ചെയ്യില്ല. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ പറഞ്ഞ ലിവിങ് അക്കോമഡേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടോ? ഈ 26,438 പൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ? പറഞ്ഞ എല്ലാരും റെസ്പോണ്ട് ചെയ്തേ. ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ? No, ma'am. നോ. അപ്പൊ നമുക്ക് NIC ഇംപ്ലിക്കേഷൻ വരുമോ? ഇല്ല. ഇല്ല. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് പോയിന്റ്. നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യനിൽ ഇപ്പൊ 2 റിക്വയർമെന്റ്സ് ആണ് ബേസിക്കലി നിങ്ങൾക്കുള്ളത്. അഡീഷണൽ
ഇൻകം ടാക്സ് ആൻഡ് അഡീഷണൽ NIC. ഓക്കെ, ഇങ്ങനെ രണ്ട് ഹെഡിങ്സ് ഉണ്ടാക്കുക. നമ്മുടെ എക്സാമിനറിന്റെ എന്താണ് ആ ഒരു കുറച്ചും കൂടെ അയാൾക്കൊന്ന് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിച്ചുവാരി എഴുതുന്നതിന് പകരം ഇങ്ങനെ രണ്ട് ഹെഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർലി നോക്കാം. ഓക്കെ, ഇതിന്റെ താഴെയാണ് NIC ഇംപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ താഴെയാണ് ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ആൾക്ക് പ്രോപ്പർലി ട്രേസ് ചെയ്യാൻ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇങ്ങനത്തെ എന്താ പറയാ ഹെഡിങ്സും ലൈക്ക് ക്ലാസിഫിക്കേഷൻസും പ്രോപ്പർലി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, അഡീഷണൽ ഇൻകം ടാക്സ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഓൾറെഡി ഒരു ആൻസർ കിട്ടി, അഡീഷണൽ NIC ഇല്ല. നോ അഡീഷണൽ NIC implications since the benefits are no additional NIC since the benefits are non-cash. Okay, since the benefits are non-cash എന്നുള്ളത് പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇത്രയും മെൻഷൻ ചെയ്താൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഡീഷണൽ ഇൻകം ടാക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാണ്, ഇൻകം ടാക്സ് ഫുൾ ഇൻകം ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ അല്ല പറയുന്നത്, ജസ്റ്റ് അഡീഷണൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. ഓൾറെഡി ഈ 155,000 ആൾ എന്ത് കൊടുക്കുന്നുണ്ടാവും, ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടാവും, ഉണ്ടാവുമല്ലോ. യെസ്, അപ്പം ഈ അഡീഷണൽ 155,000 ആള് ബേസിക് റേറ്റ് കൊടുക്കുന്നുണ്ട്, ഹയർ റേറ്റ് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ റേറ്റും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഇയാളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. ഓൾറെഡി അയാൾക്ക് 155,000 കിട്ടുന്നുണ്ട്, അതിന് പുറമെ ഈ ഒരു ബെനിഫിറ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അഡീഷണൽ ഇൻകം ടാക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. ഇതിന് ഓൾറെഡി ടാക്സ് കൊടുക്കുന്നുണ്ട്, 45% കൊടുക്കണേന്ന് നമുക്കറിയാം. അപ്പൊ അഡീഷണൽ ഇൻകം ടാക്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാ. ഈ ഒരു എമൗണ്ട് ആണ് അഡീഷണലി വരുന്നത്. നമ്മൾ ഹയർ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ 45% ഈ എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഇൻറ്റു നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണോ ആ ടാക്സ് റേറ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് റേറ്റ്, ഐ മീൻ എത്ര അഡീഷണൽ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളത്. ഇത് മേ ബി കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞേ മക്കളെ. ഈ അഡീഷണൽ ഇൻകം ഓക്കെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഓക്കെ ആണോ എന്നുള്ളത്. എല്ലാവർക്കും ഓക്കെ ആണോടാ, പറഞ്ഞേ മക്കളെ. യെസ്, നമ്മുടെ CV പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിന്റെ ഇന്റർഫേസ് ആക്ച്വലി കുറച്ച് എന്താണ് ഷോർട്ട് കട്ട്സ് വർക്ക് ചെയ്യില്ല ഇതിൽ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ ഐ ഗെസ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 6 മാർക്ക് കിട്ടും. എഗെയിൻ ഞാൻ ഇതിന്റെ മാർക്കിംഗ് സ്കീമിലേക്ക് ഒന്ന് വരാം. ഓക്കെ, അപ്പൊ ബേസിക് വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 0.5 മാർക്സ് ആണ്. അഡീഷണൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2 മാർക്സ് ആണ്. ഫർണിച്ചർ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ആ 20% മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് ബെനിഫിറ്റ്, അതായത് ആ ഹീറ്റിംഗും ലൈറ്റിംഗ് ബില്ലൊക്കെ ഇല്ലേ, അത് എടുത്തെഴുതുന്നതിന് 0.5 മാർക്സ് കിട്ടും. വെറുതെ ആ 2200 എടുത്ത് എഴുതിയാൽ 0.5 മാർക്സ് ആണ്. ഇനി നിങ്ങൾ മാസം 100 പൗണ്ട്സ് വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ 0.5 മാർക്സ് ആണ്. ഓക്കെ, ഇനി അഡീഷണൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1 മാർക്കാണ്. NIC ഇല്ല എന്ന് പറയുന്നതിന് 0.5 മാർക്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഈ 2 കൺക്ലൂഷൻ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഇത്രയും ഇൻകം ടാക്സിന്റെ ടോപ്പിക് അല്ലേ, ഇത് ഇത്രയും ഇൻകം ടാക്സിന്റെ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ 6 മാർക്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് അറിയാവുന്നുണ്ടെങ്കിൽ 4.5 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് ഭയങ്കര ഈസിയാണ്. ടാക്സ് പ്ലാനിങ്ങിൽ അഡീഷണൽ ആയിട്ട് ഒരു ടോപ്പിക്കും ഇല്ല. നമ്മൾ പഠിച്ച സാധനത്തിന് നമ്മൾ അപ്ലൈ ചെയ്യാന്ന് മാത്രം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിൽ മേ ബി ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, ആ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് അറിയുന്ന കാൽക്കുലേഷൻസ് ചെയ്ത് വെച്ചാൽ തന്നെ മോർ ദാൻ ഹാഫ് മാർക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈ 4.5 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഒരു രീതിക്കും ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു സാധനം അറിയണം എന്നില്ല, നോർമൽ ഇൻകം ടാക്സ് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ടാക്സ് പ്ലാനിങ്ങിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സോ വെറുതെ ടാക്സ് പ്ലാനിങ്ങിന്റെ മാർക്സ് എന്ത് ചെയ്യരുത്, ലൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ആൻഡ് ഓൾസോ പ്രസന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഹെഡിങ്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പം അഡീഷണൽ ഇൻകം ടാക്സിന്റെ ഫിഗർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ബോൾഡ് ആക്കുക, ഇനി ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഹൈലൈറ്റ് കൊടുക്കാം. ഓക്കെ, നിർബന്ധമില്ല, വേണമെങ്കിൽ ഒരു ഹൈലൈറ്റ് കൊടുത്ത് വെച്ചേക്കാം. വേണം എന്നുണ്ടെങ്കിൽ ലൈക്ക് എന്ത് ചെയ്യരുത്, പച്ച മഞ്ഞ നീല ചുവപ്പ് എന്ന് പറഞ്ഞ പോലെ ഫുൾ ഹൈലൈറ്റ് കൊടുക്കരുത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കളർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റിംഗ് കൊടുക്കുക. അല്ലാതെ ഭയങ്കര എന്താ പറയാ ലൈക്ക് ഫുൾ സാധനങ്ങൾ ഓരോ കളറിലൊന്നും ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം ഒരു സ്റ്റാൻഡേർഡ് കളർ യൂസ് ചെയ്യുക, ഭയങ്കര കുത്തുന്ന കളർ യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ലൈക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാതെ ഒരു സ്റ്റാൻഡേർഡ് ലൈക്ക് ഒരു എന്താ പറയാ ഒരു ന്യൂഡ് ഷെയ്ഡ് എന്നുള്ള രീതിക്കൊക്കെ ചൂസ് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ ഇഷ്യൂസ്. ബേസിക്കലി നിങ്ങളുടെ ആൻസർ പേപ്പർ വൃത്തികേടാക്കാതെ നോക്കുക. ഓക്കെ, പ്രസന്റബിൾ ആക്കുക. അത്രയും ചെയ്താൽ തന്നെ നോക്കുന്ന എക്സാമിനറിന് കുറച്ചും കൂടി ഒരു സമാധാനം ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റത്തെ റിക്വയർമെന്റ് ക്ലിയർ ആണോ മക്കളെ? Yes, ma'am. യെസ് മാം. എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാരും ചാറ്റ് ബോക്സിലോ അൺമ്യൂട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ റിക്വയർമെന്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ റിക്വയർമെന്റ് കുറച്ച് ട്രിക്കിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല രണ്ടാമത്തെ റിക്വയർമെന്റ്, ലൈക്ക് ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് രണ്ടാമത്തെ റിക്വയർമെന്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ആ രണ്ടാമത്തെ റിക്വയർമെന്റ് ഒന്ന് വായിക്കാം. ഞാനും വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാൽക്കുലേറ്റ് ദ നെറ്റ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ കോസ്റ്റ് ടു ലൂക്കാസ് ഇഫ് ഹി ചൂസ് ഓപ്ഷൻ 2, അതായത് ഇൻക്രീസ്ഡ് സാലറി ചൂസ് ചെയ്താൽ. ഓപ്ഷൻ 1നെ കമ്പയർ ചെയ്തിട്ട് ഓപ്ഷൻ 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഇൻകം ടാക്സ് അല്ല ചോദിക്കുന്നത്, അഡീഷണൽ NIC അല്ല ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നെറ്റ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് ദിസ് നെറ്റ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഫൈനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? എനി ഐഡിയ? അഡീഷണൽ ഇൻകം ടാക്സ്. യെസ്, പറ. ടാക്സും അഡീഷണൽ അക്കോമഡേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ട എക്സ്പെൻസുകളൊക്കെ കഴിച്ചിട്ട് അതായത് എക്സ്ട്രാ കിട്ടുന്ന 20,000 നിന്ന് അതിന്റെ ടാക്സും അക്കോമഡേഷൻ എക്സ്പെൻസസ് ഒക്കെ കുറച്ച് കിട്ടുന്ന ബാക്കി വരുന്ന എമൗണ്ട്, അത് കോസ്റ്റ് ആവാം അല്ലെങ്കിൽ ബെനിഫിറ്റ് ആവാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ലെയും ചെലവുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ബാക്കി ഉണ്ടാവും. ഓക്കെ, ബേസിക്കലി ആ ക്യാഷ്, നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഫസ്റ്റ് തിങ്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിൽ ഏതാണ് നല്ല ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ബേസിക്കലി നമ്മുടെ കയ്യിൽ ലാസ്റ്റ് എത്ര പൈസ ഉണ്ടാവും എന്നുള്ളതാണല്ലോ നമ്മൾ എല്ലാവരും നോക്കുക. ഓക്കെ, ഓപ്ഷൻ 1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ഓപ്ഷൻ 2 ഇവാലുവേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ട്, കൂടുതൽ പൈസ കിട്ടുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും നോക്കുക. ആണോ അല്ലയോ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ നോക്കുക? ഓക്കെ, അപ്പോ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ആദ്യം ഓപ്ഷൻ 2ന്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഇത് കാണണ്ടേ? കാരണം ഓപ്ഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്തിട്ട് നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ ബാക്കി ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ 2ന് വരുന്ന ചെലവുകൾ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഓപ്ഷൻ 2ന്റെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. വേണോ വേണ്ടയോ? അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? ഓപ്ഷൻ 2 കാരണം എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കല്ലേ? സോ ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്യാണ്? ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓപ്ഷൻ 2 നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ പറഞ്ഞു ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് സാലറി ആണ്. അതായത് ഈ മുകളിൽ പറഞ്ഞ സാധനം ഒന്നും ഇയാൾക്ക് കിട്ടാൻ പോകുന്നില്ല, പകരം 20,000 രൂപ സാലറി കൂട്ടിത്തരും. ഓക്കെ, ആ 20,000 രൂപ സാലറി കൂട്ടി കിട്ടിയെന്ന് ആളെന്ത് ചെയ്യണം? ഓരോ മാസത്തെ റെന്റ് അടയ്ക്കണം, ഓരോ മാസത്തെ ഹീറ്റിംഗ് ബില്ലുകൾ അടയ്ക്കണം, ഇതൊക്കെ ആള് ചെയ്യണം. ഓക്കെ, സോ
എങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ നിങ്ങൾ പറ, ഈ 20,000 നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ ഇംപ്ലിക്കേഷൻ വരും? പറഞ്ഞേ. additional tax, അഡീഷണൽ എന്ത് ടാക്സ് വരും? income tax. I mean employment Additional? tax. Income tax. ഇൻകം ടാക്സ് വരും. യെസ്, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അഡീഷണൽ ഇൻകം ടാക്സ് നമുക്ക് വരും. കണ്ടുപിടിച്ചാലോ അഡീഷണൽ ഇൻകം ടാക്സ് എത്ര വരും എന്നുള്ളത്? നിങ്ങൾ പറഞ്ഞ എങ്ങനെ അഡീഷണൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം? എല്ലാരും പറഞ്ഞേടാം, അഡീഷണൽ ഇൻകം ടാക്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ എക്സ്ട്രാ 20,000 കിട്ടിയ times 20,000 45%. 20,000 into 45. into 45. Why 45? Additional rate payer. ഓക്കെ, ഇയാൾ ഓൾറെഡി Additional. അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. സോ ആ എക്സ്ട്രാ കിട്ടുന്ന 20,000 നമ്മൾ ഏത് റേറ്റിലായിരിക്കും ടാക്സ് പേ ചെയ്യുന്നുണ്ടാവുക? അഡീഷണൽ റേറ്റിലായിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക. ഇത് ഓക്കെ അല്ലേ? Yes, ma'am. യെസ് ഓർ നോ? Yes. ഓക്കെ. സോ മൈ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അഡീഷണൽ NIC വരുമോ ഇല്ലയോ? വരും. വരും. ഓക്കെ, വൈ? Cash Salary. benefit ആണ്. യെസ്, നമുക്ക് അഡീഷണൽ 20,000 പൈസയായിട്ടാണ് കയ്യിൽ കിട്ടുന്നത്, ആണോ അല്ലയോ? Yes, ma'am. ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? NIC കൊടുക്കണം. നിങ്ങൾ പറ, അഡീഷണൽ NIC ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 20,000 times 2%. 20,000 into 2%. Why? Anything above 50 to 70 is taxed. അത് NIC 2% ആണ് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ NICയുടെ ടോപ്പിക്കിലേക്ക് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ NICയുടെ ലിമിറ്റ്സ് ഇവരിവിടെ പറയുന്നുണ്ട്. NICയുടെ ലിമിറ്റ്സ്, അതായത് നമുക്ക് 12,570 വരെ നമ്മൾ NIC ഒന്നും കൊടുക്കണ്ട. 12,570 മുതൽ 50,270 വരെ നമ്മൾ എന്ത് കൊടുക്കണം? എത്ര പെർസെന്റേജ് NIC കൊടുക്കണം? 8%. 8%. എത്ര പെർസെന്റേജ് ആണ്? 8. 8% NIC കൊടുക്കണം. 50,270 മുകളിലുള്ള ഏർണിങ്സിനൊക്കെ നമ്മൾ എത്ര പെർസെന്റേജ് കൊടുക്കണം? 2% കൊടുക്കണം. ഇനി നിങ്ങൾ NIC മറന്നാലും പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇന്നലെ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞല്ലോ, എന്താ ചെയ്യാൻ Tax പറ്റുക? table ഉണ്ട്. യെസ്, മറന്നു എന്ന് വിചാരിക്കാം, നേരെ ടാക്സ് ടേബിളിൽ പോവാ. വേറെ സാർ NIC ഏറ്റവും അടിയില. താഴെയാണ്. ഓക്കെ, ഇതേപോലെ. സോ 1 മുതൽ 12,570 വരെ ടാക്സ് ഒന്നുമില്ല. 12,570 മുതൽ 50,270 വരെ 8% ആണ്. 50,270 മുകളിൽ 2% ആണ്. ഓക്കെ, ഓൾറെഡി ആളുടെ ഇൻകം എന്ന് പറയുന്നത് 155 അല്ലേ? Yes. ഓക്കെ, അപ്പൊ ഓൾറെഡി ആള് 2% NIC കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു 20,000 എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ആ 20,000 ആൾ ഏത് റേറ്റിൽ NIC കൊടുക്കും? Higher rate. 20%, സോറി 2% NIC 2%. കൊടുക്കും. യെസ് ഓർ നോ? 2%. Yes. യെസ്. അപ്പൊ ഇതുവരെ ഓക്കെ ആണോ? Yes, ma'am. യെസ്. അപ്പൊ നമ്മൾ ഈ 20,000 ഫസ്റ്റ് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 20,000 കൂടുതൽ കിട്ടുന്നത് കൊണ്ടുള്ള NIC ഇംപ്ലിക്കേഷൻസും നമ്മൾ നോക്കി, ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസും നമ്മൾ നോക്കി. കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്കൊരു ലൈൻ ഉണ്ട്. യെസ് ഓർ നോ? Yes. യെസ്. സോ ടാക്സിന് ഇത്ര ഇംപ്ലിക്കേഷൻസ് അല്ലേ വരുന്നുള്ളൂ? ടോട്ടൽ ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയാൾ അഡീഷണലി പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 9,000 പ്ലസ് 400 which is equal to 9,400. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അഡീഷണലി പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് 11,897 ആണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ആൾ അഡീഷണലി പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് 9,400 ആണ്. ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. ഓക്കെ. ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ക്യാഷ് ഫ്ലോ എത്ര ബാക്കി ഉണ്ടാവും ഒന്നും ആലോചിക്കേണ്ട. പ്യോർലി ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 1 പോവോ ഓപ്ഷൻ 2 പോവോ? Option ടാക്സിൽ ആലോചിച്ചാൽ മതി. ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ചാൽ ഓപ്ഷൻ 1 ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവോ ഓപ്ഷൻ 2 ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവോ? Option 2. ഓപ്ഷൻ 2. വൈ? Because it's lower in tax. കാരണം ഓപ്ഷൻ 1 നിങ്ങൾക്ക് അഡീഷണലി 11,897 പൗണ്ട്സ് ടാക്സ് ആയിട്ട് കൊടുക്കണം.
ഓക്കെ. ഓപ്ഷൻ 2 നിങ്ങൾക്ക് എത്ര കൊടുത്താൽ മതി അഡീഷണൽ ടാക്സ്? 9,400 കൊടുത്താൽ മതി. ആണോ അല്ലയോ? യെസ് മാം. യെസ്. അപ്പൊ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ആലോചിക്കുവാണെങ്കിൽ നമ്മൾ എത്രയും നമ്മൾ ഏത് ഓപ്ഷൻ ആയിട്ട് പോകും? ഓപ്ഷൻ 2 ആയിട്ട് പോകും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. നമ്മുടെ സെക്കൻഡ് എന്താണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്? നെറ്റ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ്. ബേസിക്കലി നമ്മുടെ കയ്യിൽ എത്ര പൈസ ബാക്കി ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കലാണ്. ആണോ അല്ലയോ? യെസ് മാം. യെസ്. എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും? എന്തെങ്കിലും ഐഡിയാസ്? ഓപ്ഷൻ 1 നമ്മുടെ കയ്യിൽ എത്ര പൈസ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും എത്ര പൈസ ചെലവ് വരും എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻ 2 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻ ഓപ്ഷൻ 1 ടോട്ടൽ ബെനിഫിറ്റിൽ നിന്ന് ടാക്സ് കുറയ്ക്കും. ടോട്ടൽ ബെനിഫിറ്റ് ടാക്സ് കുറയ്ക്കും. ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നില്ലല്ലോ. നമ്മളിവിടെ അല്ല, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ക്യാഷ് ബെനിഫിറ്റ്. ക്യാഷ് ബെനിഫിറ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ. സോ ഓപ്ഷൻ 1 നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ? ക്യാഷ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല. No, ma'am. എന്തെങ്കിലും ഇല്ല. ക്യാഷ് ഇൻഫ്ലോസ് ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്. ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. ക്യാഷ് അല്ല, ടാക്സ് ഉണ്ട്. ഓക്കെ, ടാക്സ് ഔട്ട്ഫ്ലോ ഉണ്ട്. കയ്യിൽ നിന്ന് എന്തായാലും കുറച്ച് പൈസ പോകുന്നുണ്ടല്ലോ. യെസ്. യെസ്. സോ ടാക്സ് ടു ബി പെയ്ഡ്. ഫസ്റ്റ് ഓപ്ഷനിലെ ടാക്സ് ടു ബി പെയ്ഡ് എത്രയാണെന്ന് പറഞ്ഞേ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? 11,897 ആണോ അല്ലയോ? യെസ്. യെസ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടതാണോ? യെസ്. യെസ്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്ന പോയിന്റ്സ്? ഈ 11,897 ഞാൻ ക്യാഷ് ആയിട്ട് ടാക്സ് അതോറിറ്റിക്ക് അടയ്ക്കേണ്ട പൈസയാണ്. ആണോ അല്ലയോ? എല്ലാരും റെസ്പോണ്ട് ചെയ്തേ മക്കളെ? ചാറ്റ് ബോക്സിൽ എല്ലാരും റെസ്പോണ്ട് ചെയ്തേ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാട്ടോ. നിങ്ങൾ വെറുതെ എന്ത് ചെയ്യണ്ട, ലൈക്ക് മടിച്ചിരിക്കേണ്ട, പറഞ്ഞോ. പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാലും പ്രശ്നമില്ല. ഓക്കെ. ഇനി ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഇനി എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വേറെന്തേലും ചെലവ് ഓപ്ഷൻ 1 ഒന്ന് ഓപ്ഷൻ 1 സൂക്ഷിച്ച് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന എന്തെങ്കിലും പരിപാടി ഓപ്ഷൻ 1 കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഉണ്ട്. യെസ് ഓർ നോ? യെസ്. യെസ്. അതായത് ഇയാള് 100 പൗണ്ട്സ് മാസാമാസം കൊടുക്കുന്നുണ്ടല്ലോ, അത് കയ്യിൽ നിന്ന് പൈസയായിട്ട് പോകുന്ന പരിപാടിയാണ്. യെസ് ഓർ നോ? യെസ് മാം. യെസ്. അപ്പം അതും നമ്മൾ ഇവിടെ എഴുതുവാണ്. ഓക്കെ. ക്യാഷ് കോൺട്രിബ്യൂഷൻസ് is equal to 1,200. അതായത് 100 into 12, 1,200 ആണ് ക്യാഷ് കോൺട്രിബ്യൂഷൻ. ഇനി വേറെ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതോ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നതോ ഉണ്ടോ? ഒന്ന് ഓപ്ഷൻ 1 നോക്കിയിട്ട് പറഞ്ഞേ. ഇല്ല. ഇല്ല. ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഉറപ്പല്ലേ? ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്തേലും വിട്ടുപോയിട്ടുണ്ടോന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തേലും വിട്ടുപോയിട്ടുണ്ടോന്ന് എവിടെങ്കിലും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഞാൻ ചിലപ്പോ വെറുതെ ഇല്ല. ചോദിച്ചായിരിക്കും. അതുള്ളൂ. ടാക്സും പിന്നെ NIC ഇല്ല. സോ ടാക്സ് ആൻഡ് ക്യാഷ് കോൺട്രിബ്യൂഷൻ. യെസ്. ടാക്സും ക്യാഷ് കോൺട്രിബ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിലേക്ക് ഒരു പൈസയും കിട്ടുന്നില്ലല്ലോ ഓപ്ഷൻ 1 ഇല്ല. ഇല്ല. ഓക്കെ. അപ്പം ഓപ്ഷൻ 1 എന്റെ കയ്യിൽ നിന്ന് പോകുന്ന ടോട്ടൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 13,097 ആണ്. ഉറപ്പല്ലേ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഫൈൻ. ഇനി ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്തേ? ഓപ്ഷൻ 2 നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ പോലെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഓപ്ഷൻ 2 ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. ക്യാഷ് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ക്യാഷ് ആയിട്ട് ഓപ്ഷൻ 2 നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? യെസ്. യെസ്. എന്താ കിട്ടുന്നത്? സാലറി 20,000. സാലറി 20,000 കിട്ടുന്നുണ്ട്. സോ ഒരു ഇൻഫ്ലോ 20,000 ഉണ്ട്. ക്യാഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടോ? യെസ്. യെസ്. എന്തൊക്കെ പോകുന്നുണ്ട്? മന്ത്ലി റെന്റ്, മന്ത്ലി റെന്റ് പോകുന്നുണ്ട്. ഇയർലി ഹീറ്റിംഗ് അലൗൻസ്, അല്ല ഹീറ്റിംഗിന്റെ കോസ്റ്റ് ഹീറ്റിംഗിന്റെ കോസ്റ്റ് പോകുന്നുണ്ട്.
ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ടാക്സും പോകുന്നില്ലേ കയ്യിൽ നിന്ന്? ടാക്സ് പോകുന്നുണ്ട്, NIC പോകുന്നുണ്ട്. യെസ് ഓർ നോ? യെസ്. യെസ്. എന്നാ നിങ്ങൾ മൊത്തം പറഞ്ഞേ, ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഇൻഫ്ലോ ആണോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ നെറ്റ് ആയിട്ട് വരുന്നേന്നുള്ളത്? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞേ. ഔട്ട്ഫ്ലോ. എത്ര വരുന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, പ്രോപ്പർലി ചാറ്റ്. രണ്ടുപേരുടെ ആൻസേഴ്സ് എനിക്ക് കിട്ടി, ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോളാം. മനസ്സിലായില്ല എന്നുള്ളത് വൃത്തിക്ക് പറഞ്ഞു, എനിക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റിയാൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് റെസ്പോൺസ് വേണം, അത്രേ ഉള്ളൂ ബേസിക്കലി. മൂന്ന് പേരുടെ റിപ്ലൈസ് കിട്ടി, ബാക്കി രണ്ടുപേരും കൂടെ റിപ്ലൈ തന്നെ. ഉറങ്ങാണോ ബാക്കി രണ്ടുപേരും? എടാ തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ലൈക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, എങ്ങനെ മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷെ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. ഞാനിതിന്റെ ആൻസർ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അഡീഷണൽ സാലറി എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? 20,000 കിട്ടുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് എ പോസിറ്റീവ് ക്യാഷ് ഫിഗർ, അതായത് ഇൻഫ്ലോ ആയതുകൊണ്ട്. ഇനി റെന്റ് ഞാൻ പേ ചെയ്യുന്നുണ്ട്. റെന്റ് എത്രയാ പേ ചെയ്യുന്നത്? 1,800 പെർ മന്ത് ആണ്. സോ ഇൻറ്റു 12, മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോകുന്ന റെന്റ് എന്ന് പറയുന്നത് 21,600 ആണ്. ഇനി ഞാൻ പേ ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 9,400 ആണ്. ഓക്കെ, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,200 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ മൊത്തം ചെലവെന്ന് പറയുന്നത് എത്രയായിരിക്കും? മൊത്തം ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻഫ്ലോ, നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ പറഞ്ഞേടാ? ഔട്ട്ഫ്ലോ. ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഔട്ട്ഫ്ലോ ആണ്. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ, ഫസ്റ്റ് ഓപ്ഷനിലും നെഗറ്റീവ് ആണ്. ഇത് മൊത്തം ലൈക്ക് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഓക്കെ, ഔട്ട്ഫ്ലോസ് ഒക്കെ നെഗറ്റീവ് ആണ്, ഇൻഫ്ലോസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ എന്ന് പറയുന്നത് 13,097 ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ എന്ന് പറയുന്നത് 13,200 ആണ്. നിങ്ങൾ ഏത് ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകും? ഫസ്റ്റ് ഓപ്ഷൻ എടുത്താൽ കയ്യിൽ നിന്ന് 13,097 രൂപ പോവും. ഐ മീൻ നോട്ട് രൂപ, ഇറ്റ്സ് പൗണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 13,200 പൗണ്ട് പോകും. സോ നിങ്ങൾ ഏത് ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകും? അൾട്ടിമേറ്റ്ലി ഏത് ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകും? Option 1. ഓപ്ഷൻ 1. വൈ? Sorry, option 2. ഓപ്ഷൻ 2. ഓപ്ഷൻ 1 ലീസ്റ്റ് ഔട്ട്ഫ്ലോ. ഓക്കെ, അതായത് ഇത് കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ്. 13,097 കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ്. 13,200 കയ്യിൽ നിന്ന് പോകുന്ന പൈസയാണ്. നമ്മൾ കൂടുതൽ പൈസ കയ്യിൽ നിന്ന് പോകാനാണോ നോക്കുക, കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോകാനാണോ? കുറച്ച് പൈസ. കുറച്ച് പൈസയാണ്. അപ്പൊ ഓപ്ഷൻ 1 ആണോ നമ്മൾ ചൂസ് ചെയ്യുക, ഓപ്ഷൻ 2 ആണോ നമ്മൾ ചൂസ് ചെയ്യുക? ഓപ്ഷൻ 1. ഓപ്ഷൻ 1 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 13,097 പൗണ്ട് മാത്രമേ പോളൂ. ഓപ്ഷൻ 2 എടുത്തു കഴിഞ്ഞാൽ 13,200 പൗണ്ട് പോകും. ക്ലിയർ ആണോ ഇത്? യെസ് മാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബേസിക്കലി നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. എന്തെങ്കിലും ഫോർമുലാസ് പുതിയതായിട്ട് വന്നോ? ഫോർമുലാസ് എന്തെങ്കിലും പുതിയതായിട്ട് ഞാൻ പഠിപ്പിച്ചോടാ? No. ഇല്ല. ഇല്ല, ഒരു ടോപ്പിക്കും ഞാൻ പുതിയതായിട്ട് പഠിപ്പിച്ചിട്ടില്ല.
പക്ഷേ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ATXിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആരെങ്കിലും ATX ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു വുഡ് ഗെറ്റ്. ഓക്കെ, കുറച്ച് ഈ സാധനം നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാവും. കാരണം ലൈക്ക് നമ്മൾ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ ലോജിക്കലി ആലോചിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ 1 ആയിട്ട് പോകണോ, ഓപ്ഷൻ 2 ആയിട്ട് പോകണോ, ഓപ്ഷൻ 1 നമുക്ക് എത്ര ചെലവാവും, ഓപ്ഷൻ 2 എത്ര ചെലവാവും. അപ്പൊ കുറച്ചും കൂടെ ലോജിക്കലി ആലോചിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സാധനം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് ഓക്കെ ആണോടാ? Yes, ma'am. യെസ് മാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് ഓ നോ? ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല? Yes, ma'am. ഓക്കെ ഫൈൻ. സോ ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? പറഞ്ഞോടാ, ഫ്രീ ആയിട്ട് പറഞ്ഞോ. ഇതെന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്താൽ റെഡി ആവില്ലേ? Yes. യെസ് മാം. യെസ് ഫൈൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ എന്തെങ്കിലും സമയം വേണോ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? ബ്രേക്ക് ഒന്നും വേണ്ട. സാധാരണ ബ്രേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക് ഒന്നും വേണ്ട? Madam, അല്ലെങ്കിൽ madam. തീർന്നില്ലേ എന്നുള്ളതാണോ? ഇല്ലില്ല, ബ്രേക്ക് എടുക്കാം. ഓക്കെ ഫൈൻ. നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്വസ്റ്റനും കൂടെ പ്രാക്ടീസ് ചെയ്യാം. ലൈക്ക് സെയിം ലൈക്ക് ദിസ്, നോട്ട് ലൈക്ക് ഇതേ സാധനം തന്നെയല്ല, ലൈക്ക് ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത് പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ യെസ്, എത്ര നേരം ബ്രേക്ക് വേണം? ഉം. 10 minutes, I guess. എത്ര കേട്ടില്ല? 10, 10 5 I mean, doesn't matter. ശരണ്ന്റെ വോയിസ് ആക്ച്വലി എനിക്ക് പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല. 5 ഉദ്ദേശിച്ചത്? 10 minutes. 10 minutes. ഓക്കെ ഫൈൻ. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ശരണിന് ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിടാം. ശരൺ ഇടയ്ക്കൊന്ന് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തേന്ന് പറഞ്ഞു. എനിവേസ്, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ. ഇപ്പൊ എത്ര 8:34 ആയില്ലേ? ഒരു 8:50 ആകുമ്പോഴത്തേക്കും റീജോയിൻ ചെയ്യാം കേട്ടോ. ശരൺ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യൻ റീക്യാപ്പ് ചെയ്ത് തരാം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ലൂക്കാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു കമ്പനിയിലെ എംപ്ലോയി ആണ്. ഓക്കെ, ലൂക്കാസ് എന്ന് പറയുന്ന ആൾ മാട്രിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ എംപ്ലോയി ആണ്. ആളുടെ ഇപ്പത്തെ സാലറി എന്ന് പറയുന്നത് 155,000 ആണ്. ഓക്കെ, അപ്പൊ ആൾക്ക് ഇപ്പം 1,55,000 പൗണ്ട്സ് സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾ ഒബ്വിയസ്ലി ഏത് റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും? അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആയിരിക്കും. കാരണം 125, 140ന്റെ മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് റേറ്റ് ടാക്സ് പെയർ ആണ്? അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ പറയുന്ന കാര്യം ഇതാണ്, മാട്രിക്സിന്റെ റെമ്യൂണറേഷൻ അവരിങ്ങനെ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അപ്പൊ കമ്പനിയുടെ ഡിസ്കഷൻസിനൊക്കെ ശേഷം ഇവരെന്ത് ചെയ്തു? 2 ഓപ്ഷൻസ് മാട്രിക്സ് നമ്മുടെ ലൂക്കാസിന് കൊടുത്തു. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി എന്ത് ചെയ്യാം? അക്കോമഡേഷൻ തരാം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി അക്കോമഡേഷൻ ഒന്നും തരില്ല, പകരം ഒരു 20,000 സാലറി ഹൈക്ക് തരാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓപ്ഷനിൽ ബേസിക്കലി നമ്മൾ ലിവിംഗ് അക്കോമഡേഷൻ ബെനിഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് കമ്പനി ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു അക്കോമഡേഷൻ, താമസിക്കാൻ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ലിവിംഗ് അക്കോമഡേഷൻ ബെനിഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ലിവിംഗ് അക്കോമഡേഷൻ ലൈക്ക് അതിന്റെ ആനുവൽ വാല്യൂ തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഇംപ്രൂവ്മെന്റ്സിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ലിവിംഗ് അക്കോമഡേഷന്റെ ബെനിഫിറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് അതിനുശേഷം ഇയാളുടെ ഫ്ലാറ്റിലേക്ക് കമ്പനി ഒരു ഫേർണിച്ചറും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ ഇയാളുടെ ഹീറ്റിംഗ് ബില്ലും ലൈറ്റിംഗ് ബിൽസും ഇലക്ട്രിസിറ്റി ബിൽസും വാട്ടർ ബിൽസ് ഒക്കെ കമ്പനി പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്രയും കമ്പനി ഇയാൾക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ലൂക്കാസ് എന്ത് പറയാണ്? ഞാൻ കുറച്ച് പൈസ അങ്ങോട്ടേക്ക് തരാം എന്ന് പറയാണ്. അങ്ങനെ ലൂക്കാസ് ഓരോ മന്തും
£100 കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സിനാരിയോ. കമ്പനി അക്കോമഡേഷൻ കൊടുക്കുന്നു, കമ്പനി എന്താണ് ഫേർണിച്ചർ കൊടുക്കുന്നുണ്ട്, കമ്പനി അവിടുത്തെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ലൂക്കാസ് കമ്പനിക്ക് ചെറിയൊരു പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിവിംഗ് അക്കോമഡേഷൻ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ബേസിക് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അഡീഷണൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്തു. അഡീഷണൽ ചാർജ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ 75,000 മുകളിലാണ്. ഓക്കെ, കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 180 ആണ്. 75 മുകളിലാണെങ്കിൽ അഡീഷണൽ ചാർജ് വരും എന്നുള്ള പോയിന്റ് കൊണ്ടാണ് അവിടെ അഡീഷണൽ ചാർജ് വന്നത്. പിന്നെ ഫേർണിച്ചറിന്റെ 20% ആണ്, അതായത് പ്രൈവറ്റ് യൂസ് ഓഫ് അസെറ്റ് എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ടാക്സബിൾ ബെനിഫിറ്റിന്റെ എമൗണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ബിൽസ് ടാക്സബിൾ ബെനിഫിറ്റ് ആയതുകൊണ്ട് നേരിട്ട് നമ്മൾ ആ എമൗണ്ട് എടുക്കുന്നു. എംപ്ലോയി കൊടുത്ത കോൺട്രിബ്യൂഷൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ചെയ്തത്. അങ്ങനെ നമുക്ക് ടോട്ടൽ അക്കോമഡേഷൻ ബെനിഫിറ്റ് കിട്ടി. അതിന്റെ മുകളിൽ വന്ന അഡീഷണൽ ഇൻകം ടാക്സ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അതായത് ഓൾറെഡി അയാൾ 45% ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എക്സ്ട്രാ വന്ന 26,438 അവരെന്ത് ചെയ്യും, അഡീഷണലി ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട്. 45% അവർ അഡീഷണലി ടാക്സ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 20,000 എക്സ്ട്രാ സാലറി കൊടുക്കും എന്നുള്ളതാണ്. സോ 20,000 സാലറി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, പക്ഷെ അക്കോമഡേഷൻ കൊടുക്കുന്നില്ല. അക്കോമഡേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലൂക്കാസ് എന്ത് ചെയ്യാണ്, ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ്. ആ വീടിന്റെ റെന്റ് എന്ന് പറയുന്നത് 1,800 ആണ്. ആ വീട്ടിലെ ലൈറ്റിംഗ് ബിൽസ് എന്ന് പറയുന്നത് 2,200 ആണ്. ഓക്കെ, അപ്പൊ 20,000 വരുന്ന അഡീഷണൽ ടാക്സും അഡീഷണൽ NIC ഒക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും, ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞ് ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കി എത്ര പൈസ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓപ്ഷൻ 1 and 2 കമ്പാരിസൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സിനാരിയോവും കാര്യങ്ങളും ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു, എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. അല്ലെങ്കിൽ ഇപ്പൊ ബ്രേക്കിന് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, ബ്രേക്ക് ആണെന്ന് എനിക്കറിയാം. സോ യാ, ഫ്രീ ആയിട്ട് എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. യാ, അത്രയേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോടോ? ഓക്കെ, ഫൈൻ. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ബ്രേക്ക് എടുത്തോ. ഒരു 8:50 ആകുമ്പം റീജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് സ്പെസിമൻ എക്സാമില് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എടുക്കണേന്നുള്ളതും എന്ത് ചെയ്തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രൗസ് അവൈലബിൾ എക്സാംസ് കൊടുക്കുക. ഇതില് നമ്മുടെ സബ്ജക്ട് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ബട്ട് സ്റ്റിൽ വേരിയന്റ് UK വേരിയന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ UK സെലക്ട് ടൈപ്പ് മീൻസ് നമുക്ക് സ്പെസിഫിക്കലി പാസ്റ്റ് എക്സാംസ് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് സ്പെസിമൻ ആണ്. സോ സ്പെസിമൻ എക്സാം സെലക്ട് ചെയ്യുന്നു. അസൈൻ കൊടുക്കുക. അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അസൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. വ്യൂ അസൈൻമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഇവിടെ ആഡ് ആയിട്ട് കാണാം. യെസ്, നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. സോ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 31, യെസ്, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ചെറിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ സാറ ഇസ് കറന്റ്ലി സെൽഫ് എംപ്ലോയിഡ്. അതായത് ആള് ഇപ്പോ എന്താണ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബേസിക്കലി ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ് ചെയ്യുകയാണ്. ഇഫ് ഷീ കണ്ടിന്യൂസ് ടു ട്രേഡ് ഓൺ എ സെൽഫ് എംപ്ലോയിഡ് ബേസിസ്
her total income tax liability and NIC contributions for the tax year 25-26 will be 11,034. അതായത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതിന് പകരം ഇവരിവിടെ പറഞ്ഞു എന്താണ് സാറയുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി NICയും എത്രയാണ് 11,034 ആണ് ഡയറക്ട്ലി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാൽക്കുലേഷൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി however Sarah is considering incorporating her business. അതായത് അത് സോൾ ട്രേഡിംഗ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാതെ ആളൊരു കമ്പനി ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സാറ കൺസിഡർ ചെയ്യാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, the forecast taxable total profits of the new limited company for the year ended 5th April 2026 will be 50,000. ഒന്നുമില്ല, ആള് കമ്പനി ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രോഫിറ്റ്സ്, ആ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്, 50,000 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സാറ വിൽ പേ ഹെർസെൽഫ് ഗ്രോസ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. ഓക്കെ, സാറയുടെ സ്വന്തം കമ്പനി, സാറ അതിൽ ഡയറക്ടർ ആയിട്ട് എന്ത് ചെയ്യും, ഓക്കെ, സാറ അതിൽ ഡയറക്ടർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഡയറക്ടേഴ്സിന് യൂഷ്വലി നമ്മൾ എന്ത് കൊടുക്കണം, സാലറി കൊടുക്കണമല്ലോ. അപ്പൊ ടോട്ടൽ 50,000 ആയിരിക്കും ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അതില് 30,000 ഡയറക്ടറിന്റെ റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ബാക്കി ഇൻകം കോർപ്പറേഷൻ ടാക്സും കൂടെ പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്താണ്, ഡിവിഡൻഡ് ആയിട്ട് 10,000 നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള പ്രോഫിറ്റ്സ് അവിടെ കമ്പനി തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ഇടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ആള് സോൾ ട്രേഡിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള NICയും ഇൻകം ടാക്സും ഇംപ്ലിക്കേഷൻ തന്നു. കമ്പനി ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50,000 പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. 30,000 സാലറി ആയിട്ട് നമ്മൾ ഡയറക്ടറിന് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആൻഡ് ഡിവിഡൻഡ് ആയിട്ട് 10,000 കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സിമ്പിൾ ആണ്. സിനാരിയോയിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് there will be an overall saving of tax and NIC for the year ended 5th April 2026 if Sarah incorporates her business on 6th April 2025. അതായത് സാറ ഇത് ബിസിനസ് ആയിട്ട് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ, ബിസിനസ് ഇൻ ദ സെൻസ് കമ്പനി ആയിട്ട് ഇത് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും സാറയ്ക്ക് വരുന്ന കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി? ഇനി ക്വസ്റ്റ്യൻ എന്താണ്, സാറ ഇത് ബിസിനസ് കമ്പനി ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നതാണോ, ഇൻഡിവിജ്വലി ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണോ നല്ലത്? ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കമ്പനി ആയിട്ടാണോ നല്ലത്, സോൾ ട്രേഡിംഗ് ബിസിനസ് ആയിട്ടാണോ നല്ലത്? എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മളിവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻസ്? ഇൻകോർപ്പറേറ്റ് ചെയ്തതിനു ശേഷം കോർപ്പറേഷൻ ടാക്സും പിന്നെ ഇൻകം ടാക്സ് ലയബിലിറ്റിയും കണ്ടിട്ട്. യെസ്, അതായത് എന്തുകൊണ്ട് അവിടെ ഒരു ഇൻകം ടാക്സ് വരുന്നത്? 30,000 സാലറി ആയിട്ടും പിന്നെ 10,000 ഡിവിഡൻഡ്. 30,000 ഈ സാറയ്ക്ക് സാലറി ആയിട്ടും കിട്ടുന്നുണ്ട്, 10,000 സാറയ്ക്ക് ഡിവിഡൻഡ് ആയിട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, വേറെ ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല, സാറ തന്നെയേ ഉള്ളൂ. അപ്പോ സാറയ്ക്ക് കിട്ടുന്ന 30,000 സാലറിക്കും 10,000 ഡിവിഡൻസിനും സാറ ഇൻകം ടാക്സും കൊടുക്കണം. കമ്പനിയുടെ 50,000 പ്രോഫിറ്റ്, ഓക്കെ, അതിന് എന്തും കൊടുക്കേണ്ടി വരും, കോർപ്പറേഷൻ ടാക്സും കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് ഇതാണ്, നിങ്ങളൊന്ന് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചേണം. സിമ്പിൾ ആണ്, ഒന്ന് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചേ. ഇവിടെ നോട്ട്സ് തന്നിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ നോട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് തല വയ്ക്കേണ്ട, ഇവർ പറയുന്നുണ്ട്. സോ ഇവർ ഇതാണ് പറയുന്നത്, you are expected to calculate the income tax payable by Sarah. സാറ പേ ചെയ്യേണ്ട ഇൻകം ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് 1 NIC നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് 1 NIC സാറയുടെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, കമ്പനിയുടേതും കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ ന്യൂ ലിമിറ്റഡ് കമ്പനി. സോ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് പുതിയതായിട്ട് ഒന്നുമില്ല കേട്ടോ ഈ ഫസ്റ്റത്തെ നോട്ടില്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾ ഇൻകം ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്ലാസ് 1 എംപ്ലോയി NIC കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ക്ലാസ് 1 എംപ്ലോയർ NIC കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബാക്കിയുള്ളത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പുതിയ കമ്പനിക്ക്
ആനുവൽ എംപ്ലോയ്മെന്റ് അലവൻസ്, അതായത് 10,500 കിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, കോർപ്പറേഷൻ ടാക്സിന്റെ റേറ്റ് ചേഞ്ച് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിച്ചേ. ഈ 4 കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 8 മാർക്കായി. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞേ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യം പറയാം. ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് ഇൻകം ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലാസ് 1 NIC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. ക്ലാസ് 1 പ്രൈമറിയും സെക്കൻഡറിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. സോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ മക്കളെ, പെട്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ചെയ്യൂലേ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ? ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരണോ? വേണ്ട മാം, നമ്മൾ ചെയ്യാം. ഓക്കെ ഫൈൻ. എത്ര സമയം വേണം? ഒരു 10 minutes. ഓക്കെ. ഒന്ന് 10 minutes എടാ പുതിയതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ക്ലാസ് 1 എംപ്ലോയി, ക്ലാസ് 1 എംപ്ലോയർ, ഈ 4 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തന്നാൽ മതി. ഫിഗേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരാളുടെ ആൻസർ എനിക്ക് കിട്ടി, ബാക്കിയുള്ളവർ മെല്ലെ മെല്ലെ ആൻസേഴ്സ് ഷെയർ ചെയ്യാം കേട്ടോ. എടാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് ഒരു 9:12 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു റെസ്പോൺസ് ചാറ്റ് ബോക്സിലേക്ക് ഇടുക കേട്ടോ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ, കുഴപ്പമില്ല. കിട്ടിയത്രയും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മെല്ലെ ചെയ്ത് തുടങ്ങിയാലോ? നല്ല സമയം വേണം. റെസ്പോണ്ട് ചെയ്തടാ, ചെയ്തു തുടങ്ങിയാലോ മെല്ലെ? യെസ് മാം, സ്റ്റാർട്ട്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇൻകം ടാക്സ് പേയബിൾ കണ്ടുപിടിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സിന്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. സോ സാലറി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 30,000 ആണ് കിട്ടുന്നത്. സോ 30,000 സാലറി ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നുണ്ട്. സോ അതും ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. ആൻഡ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് 40,000 നമുക്ക് ടോട്ടൽ ടാക്സബിൾ ഇൻകം ഉണ്ട്. അതിൽ 30,000 സാലറിയും പിന്നെന്താണ് 10,000 ഡിവിഡൻഡ് ഇൻകം ആണ്. ഓക്കെ, സോ നമുക്കിതൊന്ന് PA റെഡ്യൂസ് ചെയ്യാം. PA 12,570 നമ്മൾ കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടുന്നു. സോ ടാക്സബിൾ ഇൻകം ഇസ് ഈക്വൽ ടു 17,430 നോൺ സേവിങ്സ് ഇൻകത്തില്. സേവിങ്സ് ഇൻകത്തിലേക്ക് വരുന്ന സമയത്ത് അത് 10,000 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ആള് ബേസിക് റേറ്റ് ടാക്സ് പെയർ ആണ്. സോ 17,430 ഇൻറ്റു എത്രയാ ബേസിക് റേറ്റ് എന്ന് പറഞ്ഞേ? എത്ര പെർസെന്റേജാ? 20% ആണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ നോൺ സേവിങ്സ് ഇൻകം മൊത്തം ടാക്സ് ചെയ്ത് കഴിഞ്ഞു. ഡിവിഡൻഡ് ഇൻകത്തിലേക്ക് പോവാണ്. ഡിവിഡൻഡ് ഇൻകത്തിന് നമുക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടാനുണ്ടോ? യെസ് മാം, 500. യെസ്, ആദ്യത്തെ 500-ന് നമ്മൾ ശരിക്കും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ആദ്യത്തെ 500-ന് നമുക്ക് നിൽ റേറ്റ് കിട്ടും. റിമൈനിങ് എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യാണ്? ബേസിക് റേറ്റിൽ തന്നെ ടാക്സ് കൊടുക്കുകയാണ്. ബിക്കോസ് 30 എത്ര വരെ? 37,700 വരെ നമ്മൾ ബേസിക് റേറ്റിൽ ടാക്സ് കൊടുത്താൽ മതി. നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 27,430 ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ ബേസിക് റേറ്റിൽ ടാക്സ് കൊടുത്താൽ മതി. അതായത് 10,000 ആയിരുന്നു ടോട്ടൽ നമ്മുടെ ഡിവിഡൻഡ് ഇൻകം. അതിൽ ആദ്യത്തെ 500-ന് നമുക്ക് നിൽ റേറ്റ് ബാൻഡ് കിട്ടി. സോ റിമൈനിങ് എമൗണ്ടിന് നമ്മൾ എത്ര പെർസെന്റേജിൽ ടാക്സ് കൊടുക്കണം? 8.75% നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇതിനെ ഞാൻ ഒന്ന് റൗട്ട് ചെയ്യാണ്. യെസ്, സോ എന്റെ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3,486 plus 831 which is equal to 4,317. ഹോപ്പ്ഫുള്ളി ഇത് എല്ലാവർക്കും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് എല്ലാവർക്കും കിട്ടിയതല്ലേ? യെസ് മാം. യെസ്, ഓക്കെ. സോ ഇനി ക്ലാസ് 1 എംപ്ലോയി NIC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. 1 to 12,570 വരെ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 0% ആണ് നമുക്ക് ടാക്സ്. 12,570 മുതൽ 50,270 വരെ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. 12,570 മുതൽ 50,270 വരെ നമ്മൾ ഏത് റേറ്റിൽ ടാക്സ് കൊടുക്കണം? 8%. 8%-ൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോ
നമ്മൾ ഡിവിഡന്റിന്റെ മുകളിൽ NIC കൊടുക്കൂടാ? ഇല്ലല്ലോ. ഇല്ല. ഈ സാലറിന്റെ മുകളിൽ മാത്രമല്ലേ നമ്മൾ NIC കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യെസ്. അപ്പൊ നമുക്ക് 30,000 ഉണ്ട്. സോ ഫസ്റ്റത്തെ 12,570ക്ക് നമ്മൾ കൊടുക്കണ്ട. റിമൈനിങ് എമൗണ്ട്, അതായത് 30,000 മൈനസ് 12,570 റിമൈനിങ് എമൗണ്ട്. ഓക്കെ, റിമൈനിങ് എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? 8% NIC കൊടുക്കുകയാണ്. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? കൺഫ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് ഇവിടെയല്ല, തൊട്ട് താഴെ. ഓക്കെ, എന്താ സംഭവം? ഓക്കെ, എനിവേസ്, അപ്പോ നമ്മുടെ ക്ലാസ് 1 എംപ്ലോയി NIC എന്ന് പറയുന്നത് 1394 ആണ്. ഇനി ക്ലാസ് 1 എംപ്ലോയർ NIC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാ ക്ലാസ് 1 എംപ്ലോയർ NICയുടെ ലിമിറ്റ്സ്? സെയിം ലിമിറ്റ് ആണോ? ക്ലാസ് 5,000. 5,000. ആദ്യത്തെ 5,000 വരെയുള്ള എമൗണ്ട്സിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. 5,000 മുതൽ റിമൈനിങ്ങിന് നമ്മൾ എന്താണ് 15% ടാക്സ് കൊടുക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ എംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടോളം? ഇല്ല. എന്തുകൊണ്ടാ? ഓൾറെഡി പറഞ്ഞിട്ടില്ല. ഇല്ല. സിംഗിൾ പേഴ്സൺ കമ്പനി ആയതുകൊണ്ട്. ഓക്കെ, ഇയാളുടെ പേഴ്സണൽ കമ്പനിയാണ് ആൻഡ് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്ത്? എംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടില്ല എന്നുള്ളത്. ഓക്കെ, സോ 1 to 5,000 വരെ ആൾക്ക് പ്രത്യേകിച്ച് എന്തില്ല, ഒന്നും കിട്ടാനില്ല. റിമൈനിങ് എമൗണ്ട്, അതായത് 30,000 റിമൈനിങ് എമൗണ്ടിന് ആൾക്ക് എന്ത് കിട്ടും? ആൾ എന്ത് പേ ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. 15% NIC പേ ചെയ്യണം. സോ ബേസിക്കലി 25,000 ഇൻറ്റു 15% NICയും കൂടെ ആള് പേ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ക്ലാസ് 1 എംപ്ലോയി കണ്ടുപിടിച്ചു, ക്ലാസ് 1 എംപ്ലോയർ NIC കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. സോ നമ്മൾ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് മേ ബി കുറച്ച് ട്രിക്കി ആവാൻ ചാൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഡു. കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കൺഫ്യൂഷൻസ് ആണ്, ട്രിക്കിനെസ് അല്ല കേട്ടോ. ഓക്കെ, സോ നമ്മുടെ TTP ടാക്സബിൾ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്സ് എത്രയാടാ? 50,000. ഇതിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് കുറയ്ക്കാനുണ്ടോ? സാലറി. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ കുറയ്ക്കണം. യെസ്, വിച്ച് ഈസ് ഈക്വൽ ടു 30,000. വേറെ എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ? എംപ്ലോയർ NIC കുറയ്ക്കണം. ഗുഡ്. എംപ്ലോയർ NIC ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 3,750. ഇനി ഡിവിഡൻഡ് നമ്മൾ ഇതൊന്ന് കുറയ്ക്കും? ഇല്ല. കോർപ്പറേഷൻ ടാക്സിൽ ഡിവിഡൻഡ് ഇംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കുറയ്ക്കോളാ നമ്മൾ ഡിവിഡൻഡ്? പറഞ്ഞേ. ഇല്ല, കുറയ്ക്കില്ല. ഡിവിഡൻഡ് ആഫ്റ്റർ ടാക്സ് അല്ലേ. ഡിവിഡൻഡ് നമ്മൾ ഏതെന്നാ കുറയ്ക്കുക? ലൈക്ക് ഏത് എമൗണ്ടിനാ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക? ടാക്സ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. യെസ്, ടാക്സ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിനാണ് നമ്മൾ യൂഷ്വലി എന്ത് കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, സോ യൂഷ്വലി കോർപ്പറേഷൻ ടാക്സിൽ നമ്മൾ ഡിവിഡൻഡിന്റെ ഇംപ്ലിക്കേഷൻ കാണിക്കാറില്ല. അപ്പം ഇവരുടെ TTP ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു 16,250 ആണ്. ഇനി കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? TTP into tax percentage. ഓക്കെ, 0 to 50,000 വരെ ആണെങ്കിൽ എത്രയാ നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയുടെ പെർസെന്റേജ്? 90%. 19%. ഇനി 50,000ന്റെയും 250യുടെയും ഇടയ്ക്കാണെങ്കിൽ 25%. And margin. 25 മാർജിനൽ റേറ്റ്. ഇനി 250യുടെ മുകളിലാണെങ്കിൽ 25%. 25. ഓക്കെ, സോ 3,088 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും എല്ലാവർക്കും കുഴപ്പമില്ലാതെ കിട്ടിയതല്ലേ? Yes, ma'am. യെസ് ഓർ നോ? യെസ്.
ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. Determine whether or not there will be an overall saving of tax and NIC for the year ended year if Sara incorporates her business on 6th April 2025. അതായത് സോൾ ട്രേഡിംഗ് ആണോ ഈ കമ്പനി ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നോക്കല്ലേ നമുക്ക്? Yes, Yes ma'am. or no? കമ്പയർ ചെയ്യട്ടടാ. Yes. യെസ്. സോ ഡൗട്ട് ആണ്. ഓക്കെ, സോ സോൾ ട്രേഡിംഗ് ബിസിനസ് ആണെങ്കിൽ ആളുടെ ഇൻകം ടാക്സ് ആൻഡ് NIC ഇംപ്ലിക്കേഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 11,034. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടാക്സ് വരുമോടാ? മീൻസ് ഇയാൾ കമ്പനി ആയിട്ട് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ് വരും? കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യേണ്ടി വരില്ലേ? Yes. യെസ്. എംപ്ലോയർ NIC പേ ചെയ്യേണ്ടി വരൂലേ? Yes. Yes. യെസ്. ഇനി ഈ കിട്ടുന്ന സാലറി ഇയാൾക്ക് തന്നെയാണല്ലോ, നമ്മുടെ സാറയ്ക്ക് തന്നെയാണല്ലോ. അപ്പൊ സാറ അതിനും ടാക്സ് കൊടുക്കണ്ടേ? Yes. യെസ്. അപ്പൊ അതിനും ടാക്സ് കൊടുക്കണം, അതിന് NICയും കൊടുക്കണം, വേണ്ടേ? Yes. അപ്പൊ കമ്പനി ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാറ ഇത്രയും എമൗണ്ട്സിന് എന്ത് കൊടുക്കണം? ഐ മീൻ ഇത്രയും എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കണം. യെസ് ഓർ നോ? Yes. Yes. യെസ്. അപ്പൊ നിങ്ങൾ ഏതാ സാറേനോട് റെക്കമെൻഡ് ചെയ്യാം? സോൾ ട്രേഡിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണോ അല്ല കമ്പനി ആയിട്ട് ഗോ ഫോർവേഡ് ചെയ്യാനാണോ പറയാ? Salt Sole trading. trading. സോൾ ട്രേഡിംഗ്. അത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ, സോൾ ട്രേഡിംഗ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സാറയ്ക്ക് ഇത്രയും സേവിങ്സ് ഉണ്ടാവും. ഓക്കെ, 1515 പൗണ്ട്സ് സാറയ്ക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ ആണോ? Yes, ma'am. Yes, ma'am. യെസ്. ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇല്ല, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാനും റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് ഒരു കാര്യം ഇതിലില്ല. ഓക്കെ, ഒക്കെ പഴയ സാധനങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടാക്സ് പ്ലാനിങ് നിങ്ങൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, ഭയങ്കര റോക്കറ്റ് സയൻസ് ആയിട്ടൊന്നും ട്രീറ്റ് ചെയ്യണ്ട. സാധാ പോലെ നിങ്ങൾക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. ഏകദേശം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു 2 പ്രാവശ്യം ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഓക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും? Yes, ma'am. Yes, ma'am. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തൽക്കാലത്തേക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യണോ? ചെയ്യണോ? പറഞ്ഞേടാ, ചെയ്യണോ? ആരെന്തൊന്നും മിണ്ടാത്തെ? മാമിന്റെ ഇഷ്ടം. മാമിന് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പോകാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആസ് ഓഫ് നൗ പ്ലാൻ ചെയ്തത് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് കഴിഞ്ഞ സെഷൻസിലൊക്കെ ഞാൻ എടുത്ത സമയത്ത് ഇതൊരു 3 hours 3.5 hours ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഏത് നിങ്ങൾ എക്സാം പ്രാക്ടീസോ? മീൻസ് ഈ ഒരു ലൈക്ക് ഞാൻ 2 ഫസ്റ്റ് ഡേ പൊതുവെ എന്താണ് ഇങ്ങനെ 2 ടാക്സ് പ്ലാനിങ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാറ്. അപ്പൊ അത് ആ. യൂഷ്വലി കുറച്ച് സമയം എടുക്കാറുണ്ട്. നിങ്ങൾ പിന്നെ ഭയങ്കര ബ്രില്യൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റി. Yes. ഓക്കെ, സോ ഫർദർ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, നോ ഇഷ്യൂസ്. ഓറൽസ് ഏകദേശം നിങ്ങൾക്ക് ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, നോ ഇഷ്യൂസ്. എന്റെ ആസ് ഓഫ് നൗ ഉള്ള പ്ലാൻ ഇത് 2 ആയിരുന്നു. Will every question be of this level of toughness or will it be tougher? ഇല്ലടാ, ഈ ഒരു ലെവൽ ഓഫ് ടഫ്നെസ് തന്നെ ഉണ്ടാവുള്ളൂ. വലിയ ഒരു ഭയങ്കര ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ടഫ്നെസ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ച് ലൈക്ക് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ടാക്സ് പ്ലാനിങ് അറ്റംപ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ടഫ്നെസ്സിലേക്കൊന്നും അത് പോവില്ല. മാക്സിമം ഇത്രയൊക്കെ തന്നെ ചോദിക്കാവുള്ളൂ. അതായത് ബേസിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പനി വേഴ്സസ് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിക്കാണ് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ യാ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? റിലേറ്റഡ് ടു ടാക്സ് ഓർ നോട്ട് റിലേറ്റഡ് ടു ടാക്സ് എന്തെങ്കിലും? ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ലേ?
ക്ലിയർ ആണോ? നിങ്ങൾക്ക് സെഷൻ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ഓ മാം ക്ലിയർ ആണ്. ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.